മമ്മൂട്ടി ഗ്രേറ്റ് ആക്ടർ അല്ലെന്ന് ഞാൻ പറയുന്നത്. മമ്മൂട്ടി ഗ്രേറ്റ് ആക്ടറാണ്. പക്ഷേ മർലൻ ബ്രാൻഡോയും ലോറൻസ് ഒലീവറും കൂടെ മത്സരിച്ച് ആര് ജയിക്കുന്ന ആരുടെ നിൽക്കുന്ന രണ്ടുപേർക്കും തുടക്കത്തിൽ അവസരം കൊടുത്ത ആളാണ് ഞാൻ. പക്ഷേ 81 മമ്മൂട്ടി അഭിനയിച്ചു എൻ്റെ പടത്തിൽ, 82 മോഹൻലാൽ അഭിനയിക്കും. അപ്പോൾ ഞാൻ ആർക്കാ പ്രാധാന്യം കൊടുത്തത്? മമ്മൂട്ടി ജീവിതത്തിൽ അഭിനയിക്കാറില്ല. സത്യമാണ്, മമ്മൂട്ടി ജീവിതത്തിൽ അഭിനയിക്കാറില്ല. ഇപ്പം എന്നോട് ദേഷ്യമാണ് അങ്ങോട്ട് തുറന്നു പറയും. ഞാനും അങ്ങനെ സിനിമയിലും സാഹിത്യത്തിലും കൂടെ സൂക്ഷിക്കണ്ട. സാഹിത്യം ഞങ്ങൾക്ക് വിട്ടേര്. സിനിമയിലെല്ലാം മേടിക്കുന്നുള്ളൂ, അങ്ങ് മേടിച്ച് അവിടെ ഇരുന്നാൽ മതി. സാഹിത്യമെങ്കിലും ഞങ്ങൾക്ക് കിട്ടുക. ഇതാണ് മനോഭാവം. കൈതപ്പത്തിന് കിട്ടി, ബാലേന്ദ്രമേനു കിട്ടി, ജയറാമിന് കിട്ടി, എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് അവിടെ അസൂയയും ഇല്ല, അവരോട് പിണക്കവും ഇല്ല. അത് അവരുടെ കുറ്റമല്ലല്ലോ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഡാൻസർ തങ്കപ്പൻ ഉദയ സ്റ്റുഡിയോയിൽ ഡാൻസ് ഡയറക്ഷൻ നടത്തുമ്പോൾ പാട്ടിൻ്റെ പറഞ്ഞു കൊടുക്കുമ്പോൾ നസീർ സാറിൻ്റെ മൂവ്മെൻറ്റ് കാണിച്ചു കൊടുക്കുക 18 വയസ്സുള്ള പയ്യനാണ് കമലഹാസൻ. കവിതയിലും ഗാനരചനയിലും സംഗീതത്തിലും സംവിധാനത്തിലും എന്നുവേണ്ട ചലച്ചിത്ര മേഖലയുടെ സമസ്ത ഇടങ്ങളിലും പരിശോഭിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പി സാറാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം. സ്വാഗതം സാർ. ഇപ്പോൾ 86 വയസ്സ് ഇപ്പോഴാണ് പൂർത്തിയായത്. പിറന്നാളിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, 2 ദിവസം മുമ്പേ. അപ്പോൾ അരനൂറ്റാണ്ട് കാലം മുമ്പ് അങ്ങ് എഴുതിയ ഗാനങ്ങൾ ഇപ്പോഴും അതിൻ്റെ ഒരു നിത്യഹരിതമായി ആസ്വദിക്കപ്പെടുകയാണ്. അരനൂറ്റാണ്ടിലധികം പ്രായമുള്ള, അതായത് ഈ മാർച്ച് 16 എനിക്ക് 86 വയസ്സ് കഴിഞ്ഞു. അടുത്ത ജൂലൈ മാസം, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ 4 മാസം കഴിഞ്ഞാൽ ജൂലൈ 9-ാം തീയതി ഞാൻ സിനിമയിൽ പ്രവേശിച്ചിട്ട് 60 കൊല്ലമാകും. മിനിഞ്ഞാന്നും ഒരു പുതിയ സിനിമയ്ക്ക് ഒരു പാട്ട് എഴുതി, ധനുഷ്കോടിയിലേക്ക്. എന്നാൽ ഞാൻ ഇന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അർത്ഥം. അപ്പം അതുകൊണ്ട് 6 പതിറ്റാണ്ട് കാലം സിനിമയിൽ മാത്രം. സാഹിത്യത്തിൽ 75 കൊല്ലം. എൻ്റെ ആദ്യത്തെ കവിത വന്നത് 11-ാമത്തെ വയസ്സിലാണ്. ബാലഭക്തി വരുന്നത് 11 വയസ്സിൽ. അത് 75 വർഷമായി ഞാൻ സാഹിത്യത്തിലുണ്ട്, 60 വർഷമായിട്ട് സിനിമയിലുണ്ട്. അപ്പോൾ 6 പതിറ്റാണ്ട് പ്രായമുള്ള ആദ്യത്തെ സിനിമയ്ക്ക് എഴുതിയ ഗാനം പോലും ഇന്ന് കേൾക്കപ്പെടുന്നു. എനിക്കൊന്ന് ചിത്രമേളയുടെ അല്ലേ ഹിറ്റായി തുടങ്ങിയത് അല്ലേ? ചിത്രമേളയുടെ ഗാനം ഞാൻ ആദ്യമായി പാട്ട് എഴുതുന്നത് 25-ാം വയസ്സിലാണ്. പക്ഷെ പടം റിലീസാകുന്നതാണല്ലോ പറയുന്നത്. പടം റിലീസായത് 26-ാം വയസ്സിലാണ്. അപ്പോൾ അത് 27 വയസ്സിലെ ചിത്രമേള പാട്ടുകൾ, ചിത്രമേള 8 പാട്ടുകൾ, അതിന്നും ഹിറ്റാണ്. കാട്ടുമല്ലികയിൽ ആദ്യമായി എഴുതിയ പാട്ട് താമരത്തോണിയിൽ താലോ, അതിപ്പോഴും ഹിറ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയ്ക്ക് 100 വയസ്സായിട്ടില്ല. അതിലൊരു വലിയ ഇത്രയും വർഷം, അതായത് സിനിമയുടെ തന്നെ ഒരു തുടക്കകാലത്തെ ഒരു വ്യക്തിത്വമാണ് അങ്ങയുടെ. അതായത് മലയാള സിനിമയുടെ മാറി വരുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ശ്രീകുമാരൻ തമ്പി എന്ന പേര് പറയാൻ പറ്റില്ല, ചേർക്കപ്പെട്ടിട്ടുണ്ട്. 1954 നീലക്കുയിൽ ഒരു വലിയ മാറ്റം വന്നു. അതാ മാറ്റം കൊണ്ടുവന്ന് പി ഭാസ്കർ മാസ്റ്റർ രാമകരാട്ടമാണ്. അതിനുശേഷം സിനിമയിൽ അനവധി മാറ്റങ്ങൾ വന്നു. മുകളിലേക്ക് പോയി, താഴേക്ക് വന്നു, പിന്നെ മുകളിൽ, അങ്ങനെ അനവധി ഒരു സിക്സാഗായിട്ടാണ് നമ്മുടെ വളർച്ച. എന്നാലും ഒരു പുഷ്കര കാലത്താണ് ഞാൻ പ്രവർത്തിച്ചത്. ശരിയായിട്ടുള്ള ഒരു വളർച്ചയുടെ കാലഘട്ടത്തിലാണ്. അതിൻ്റെ പ്രയോജനം എനിക്കുണ്ടായിട്ടുണ്ട്. ഗാനരചനയ്ക്ക് പലപ്പോഴും ഈ സമീപകാലത്താണ്, അതിന് മുമ്പേയും എനിക്കൊന്ന് പഴയ കാലത്തൊക്കെ ഗാനരചനയെ അങ്ങനെ ഒരു മൈനർ ആർട്ട് പോലെ കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ അല്ല. ഇപ്പോൾ പി ഭാസ്കരനൊക്കെ ഒരു വലിയ ഗാനരചയിതാവാണെങ്കിലും പിൽക്കാലത്താണത് വൈകിട്ടാണ് തിരിച്ചറിയപ്പെടുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങേക്ക്? ഉദാഹരണത്തിന് ഒരു മഹാകവി പട്ടം എന്ന തരത്തിലുള്ള പട്ടം നേടേണ്ടുന്ന പല ഗായകരും അങ്ങനെ വളരെ വൈകിയാണോ അറിയപ്പെടുകയല്ല, തിരിച്ചറിയപ്പെട്ടു തുടങ്ങിയത്? ഗാനങ്ങൾ എപ്പോഴും കാലത്തെ അതിജീവിക്കും. നല്ല പാട്ടുകൾ കാലത്തെ അതിജീവിക്കും. പക്ഷെ കപട കവിത കാലത്തെ അതിജീവിക്കുകയില്ല. ഗദ്യത്തിലിരുന്ന കപട കവിത ഉണ്ടല്ലോ, അതൊരിക്കലും കാലത്തെ അതിജീവിക്കുകയില്ല. കാരണം കവിത നൂറ്റാണ്ടുകളിലൂടെ സഞ്ചരിച്ചത് സംഗീതത്തിൻ്റെ ചിറകുകളിലാണ്. മലയാളത്തിലെ ആദ്യത്തെ കൃതി രാമചരിതം പാട്ടാണ്.
രണ്ടാമത്തെ കൃതി കൃഷ്ണഗാഥയാണ്. മൂന്നാമത്തെ കൃതി അധ്യാത്മ കിളിപ്പാട്ടാണ്. അപ്പം തുടക്കം പാട്ടിലാണ്. കാരണം പാട്ട് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഇതൊരു സത്യമാണ്. അതിന് വൃത്തമില്ലാതെ എന്തെങ്കിലും കുറിച്ച് വെച്ചിട്ട് പാട്ടിനെ പുച്ഛിക്കുന്നവരോട് നമുക്ക് സഹതപിക്കാൻ മാത്രമേ കഴിയൂ. കാരണം അവർക്ക് സത്യം അറിഞ്ഞുകൂടാ. അല്ല, എനിക്ക് തോന്നുന്നത് ഈ ലോക സാഹിത്യത്തിൽ അത് തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 2017 ബോബ് ഡിലന് നോബൽ സമ്മാനം കിട്ടുന്നത്. അതെ, അതെ, കറക്റ്റ് അല്ലേ? ബോബ് ഡിലൻ അത് വളരെ വൈകിട്ടാണ് അത്. പക്ഷെ വൈകിട്ടാണ് ഈ തിരിച്ചറിവുണ്ടാവുന്നത്. പാട്ടും കവിതയാണെന്ന് തിരിച്ചറിവുണ്ടാവുന്നത് വൈകിട്ടാണ്. ഒരുപക്ഷെ പി ഭാസ്കരൻ മാഷെ ആയാലും അങ്ങയുടെ ആയാലും എനിക്ക് തോന്നുന്നത് അങ്ങയെ ഇപ്പോഴും ഈ സാഹിത്യ അക്കാദമിയുടെ ഒരു വലിയ മഹാസാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഈ പ്രശസ്തിയോട് ഉള്ള ഒരു പകയാണ്. കാരണം ഒരു സിനിമ നല്ലപോലെ പാട്ടുകൾ എഴുതുന്ന ഒരു ഗാനരചയിതാവായ കവിക്ക് കിട്ടുന്ന അംഗീകാരം ഇവർക്കാർക്കും കിട്ടുന്നില്ല. അപ്പോൾ പ്രശസ്തി എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എനിക്ക് പ്രശസ്തി വേണ്ട, ചുമ്മാ പറയും, അത് വെറുതെ പാഴ്വാക്കാണ്. എല്ലാവരും പ്രശസ്തി ആഗ്രഹിക്കുന്നവരാണ്. ഈ പ്രശസ്തി ആവശ്യമില്ലെങ്കിൽ എന്തിനാ പ്രസിദ്ധീകരിക്കുന്നത്? ഒരു കവിത എഴുതി ഭാര്യ വായിച്ചു കേൾപ്പിച്ചാൽ പോലെ. അതെ അതെ. അടുത്ത സുഹൃത്തുക്കളെ വിളിച്ച് അവരുടെ മുമ്പിൽ കേൾപ്പിച്ചാൽ മതി. എന്തിനാ അച്ചടിക്കുന്നത്? അപ്പോൾ മറ്റുള്ളവർ വായിക്കണം എന്നുള്ളതുകൊണ്ടാണ് പുസ്തകമാക്കുന്നത്, അല്ലേ? മറ്റുള്ളവർ കേൾക്കണം എന്നുള്ളതാണ് പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം അല്ല എന്ന് പറയുന്നത് കാപട്യമാണ്. എല്ലാവരും പ്രശസ്തി ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ പ്രശസ്തിയോടുള്ള ഒരു വിഷമം, എതിർപ്പൊക്കെയാണ് ഇവരെ ഞങ്ങളെയൊക്കെ അംഗീകരിക്കുന്നതിന് അവർക്ക് താമസം ഉണ്ടാകാൻ കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന പ്രശസ്തി അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ദുഃഖമാണ്. അതിൻ്റെ ഒരു ദുഃഖമാണ്. ഇവ ജി ശങ്കരക്കുറുപ്പ് പാട്ട് എഴുതിയിട്ടുണ്ട്, സുഗതകുമാരി ടീച്ചർ പാട്ട് എഴുതിയിട്ടുണ്ട്, അല്ലേ? പാലാനാരായണ പാട്ട് എഴുതിയിട്ടുണ്ട്. പാട്ടിൽ സുഗതകുമാരി പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മഹാകവി ജിയോട് വർഷങ്ങൾക്ക് ശേഷം ഞാനൊക്കെ എഴുതി തുടങ്ങുന്ന കാലത്ത് നാനാ വാരിക, സിനിമാ വാരിക ഒരു സിമ്പോസിയം പോലെ നടത്തി കവികളെ കൊണ്ട് ഗാനങ്ങളെക്കുറിച്ച് സംസാരിപ്പിക്കുക. അപ്പോൾ മഹാകവി ജിയോട് ചോദിച്ചു, 1948-49 കാലത്ത് നിർമ്മലയ്ക്ക് പാട്ടെഴുതി അങ്ങ് എന്തുകൊണ്ടാണ് ഇപ്പോൾ പാട്ടെഴുതാത്തത്? അതിനുശേഷം എന്തുകൊണ്ടാണ് പാട്ട് നിർത്തിയത്? അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പി ഭാസ്കരനും വയലാറും നമ്മുടെ കൊച്ചു തമ്പിയും ആ ജോലി ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് എന്നാണ്. ഇതിൽ തൻ്റെ പേര് ഉൾപ്പെടുത്താതെ കൊച്ചുതമ്പി എന്ന് പറഞ്ഞതിന് ONV കുറിപ്പ് പരിഭവിച്ചു മഹാകവിജിക്ക് ഒരു കത്തെഴുതി. ആ കത്ത് മഹാകവിജി എനിക്ക് കാണിച്ചു തന്നു. ഞാൻ നിഷ്കളങ്കമായിട്ട് പറഞ്ഞതാണ്, തമ്പി ONV തെറ്റിദ്ധരിച്ചു, ഫയലെടുത്ത് തന്നെ ആ കത്ത് കാണിച്ചു. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുക, അത് ഞാൻ തീരെ ചെറുപ്പമാണ്, 27-28 വയസ്സുള്ള കാലമാണ്. ചന്ദ്രകാന്തും ഒക്കെ വന്ന കാലമാണ്, ഹൃദയ സരസിലേക്ക് വന്ന കാലം. അപ്പോൾ അത് മഹാകവിജിക്ക് വെറുപ്പുണ്ടായിട്ട് മഹാകവിജിക്ക് മനസ്സിലായി ഇത് രണ്ടും കവിതയിൽ നിന്നാണ് തന്നെ, ഗാനവും കവിതയും ഒന്നാണെങ്കിൽ അല്പം ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ശാന്തമമ്പലം, നിതാഘോഷപ്പുഴ, സ്വപ്നാക്രാന്തം സിനിമയിൽ ഉപയോഗിച്ചല്ലേ അഭയത്തിൽ. പക്ഷേ ചലച്ചിത്ര ഗാനമല്ല, അദ്ദേഹത്തിൻ്റെ സാഗരഗീത കവിതയിലെ വരികളാണ്. ആ വരികൾ ദക്ഷിണാമൂർത്തിസ്വാമി നല്ല ഇത് മഹാകവിജിയുടെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ നല്ല പട്ടുപോലെ മൃദുലമാക്കി അവതരിപ്പിച്ചു. പക്ഷേ അദ്ദേഹം ചലച്ചിത്രത്തിന് വേണ്ടി എഴുതുന്ന പാട്ടുകളൊക്കെ വളരെ ലളിതമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ പാട്ടുകളും. ഈ KP അപ്പനെ പോലുള്ള നിരൂപകർ എന്നാൽ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ശ്രീകുമാരൻ തമ്പി എന്ന കവി ആത്യന്തികമായി കവിയാണെന്ന് KP അപ്പൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ശീർഷമില്ലാത്ത കവിതകൾ എന്ന പുസ്തകത്തിന് അദ്ദേഹം അവതാരിക്കും. എന്ന് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ വളരെ ദീർഘകാല ബന്ധമുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ST കോളേജ്, ആലപ്പുഴ ST കോളേജിൽ. ഞാൻ കണക്കിൽ ഡിഗ്രി എടുത്തതിന് ശേഷമാണല്ലോ എഞ്ചിനീയറിംഗ് പോയത്. അപ്പോൾ അന്ന് ഞാൻ BSc മാത്സിൽ പഠിക്കുമ്പോൾ BSc ബോട്ടണിക്ക് അപ്പനുണ്ട്. അപ്പൻ എന്നേക്കാൾ വളരെ മൂത്താണ്. പക്ഷെ അപ്പോൾ എന്തോ കുറച്ചു കാലം പഠിച്ചിട്ടില്ല, എന്താ എൻ്റെ ഡീറ്റെയിൽസ്. അപ്പൻ അന്നും ഒരു വിമർശകൻ്റെ രീതിയാണ്, ഒന്നും പറയില്ല.
അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെക്കാൾ മൂത്താണല്ലോ, എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ വന്ന് ചോദിച്ചാൽ പറയും എനിക്ക് എന്നെ അറിഞ്ഞുകൂടാ എന്ന് പറയും. പക്ഷേ ഞാൻ എഴുതിയ ഒരു കാലഘട്ടത്തിൽ ഈ 4 വർഷം ഞാൻ എസ് ഡി കോളേജിൽ പഠിച്ച 4 വർഷം ഞാനിത് എല്ലാ വരികളും കവിതയായിട്ട്, കഥയായിക്കൊള്ളട്ടെ, ലേഖനമായിക്കോട്ടെ, ആദ്യം വായിച്ച കെ പി പനാണ്. അന്ന് അപ്പൻ നിരൂപനല്ല, അപ്പൻ കഥ എഴുതുകയാണ്, കഥ എഴുതാൻ ശ്രമിക്കുക. അത് അത് കരയൂ എൻ പ്രിയ സഹോദരി എന്നൊരു കഥ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അപ്പൻ എഴുതിയ കഥയൂ എൻ പ്രിയ സഹോദരി. അപ്പോൾ അദ്ദേഹം കഥ എഴുതി. പക്ഷേ പിൽക്കാലത്ത് ഞങ്ങൾ തമ്മിൽ കുറച്ച്, ഞാൻ സിനിമയിലേക്ക് പോയി, എൻ്റെ ജീവിത മേഖല മാറി, അദ്ദേഹം കോളേജിൽ അധ്യാപകനായി, അങ്ങനെ ഞങ്ങൾ കുറച്ചു കാലം അകന്നു കഴിഞ്ഞു, കുറച്ചു കാലം ബന്ധപ്പെടാതെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അപ്പൻ കഥ രചനയിൽ നിന്ന് കംപ്ലീറ്റ് പരിപൂർണമായിട്ട് മാറി നിരൂപണ വരാൻ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ നിങ്ങളെപ്പോലൊന്നും എഴുതാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും സത്യസന്ധ എന്നോട് പറഞ്ഞു. പക്ഷേ എൻ്റെ ഈ അവതാരികയല്ലാതെ എൻ്റെ കവിതയെക്കുറിച്ചോ എൻ്റെ സാഹിത്യത്തെക്കുറിച്ചൊന്നും അദ്ദേഹം ഉയർത്തി. പക്ഷേ ഞങ്ങളുടെ ഒരു പൊതു സുഹൃത്തുണ്ട്, കുങ്കുമം വാരികയുടെ പത്രം എസ് രാമകൃഷ്ണൻ. അപ്പോൾ രാമകൃഷ്ണനോട് പറയും തമ്പി സാറിൻ്റെ ഏത് പടം കണ്ടാലും രാത്രി അപ്പൻ എന്നെ വിളിക്കും. അനുകൂലമായിട്ട് പ്രതികൂലമായിട്ടായിരിക്കും, പക്ഷെ വിളിച്ചിരിക്കും. അദ്ദേഹം ഫസ്റ്റ് ഡേ കാണും പടം കണ്ടിട്ട് രാത്രി എന്നെ വിളിക്കും, ഞാൻ തമ്പിയുടെ പടം കണ്ടു, ഇങ്ങനെയാണ് ഗുണവും ദോഷവും പറയുന്നു. അപ്പം ഹി വാസ് എന്നെ പിന്തുടർന്നു. അപ്പം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആശ്വാസം, സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നീട് പിൽക്കാലത്ത് അങ്ങനെ ഒരു തുടർച്ച ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? അത്തരത്തിലൊരു സാഹിത്യ നിരൂപക കേസരികളെന്ന് പറയുന്ന ആളുകളൊന്നും വേണ്ടത്ര ശ്രീകുമാരൻ തമ്പി എന്നൊരു കവിയെ തിരിച്ചറിഞ്ഞ് ഇല്ല. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് സാഹിത്യത്തിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു തന്നെയാണ് ഉത്തരം, കൂടുതൽ പ്രശസ്തനാകുന്ന സിനിമയിലാണ്. അപ്പം ജനങ്ങളും പ്രശസ്തിയിലേക്ക് നോട്ടം. അപ്പോൾ എൻ്റെ കവിത അല്ല അവർ വായിക്കുന്നത്, പാട്ടാണ് കേൾക്കുന്നത്. അതിപ്പോൾ എൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുത്ത കവിതകളിൽ എസ് രമേശൻ നായരും നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണനും 2 പഠനം എഴുതിയിട്ടുണ്ട്. അതിൽ ലീലാകൃഷ്ണൻ ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ ചലച്ചിത്ര ഗാനങ്ങളുടെ അഭൂതപൂർവമായ പ്രശസ്തി കാരണം ശ്രീകുമാരൻ തമ്പിയുടെ കവിതകൾ വേണ്ടത്ര പഠിക്കപ്പെട്ടിട്ടില്ല എന്ന് ഗൗരവകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ലീലാകൃഷ്ണൻ്റെ അഭിപ്രായത്തിൽ പാട്ടുകൾക്ക് വലുതാണ് കവിതകളെന്ന് അദ്ദേഹം, എൻ്റെ പാട്ടുകളേക്കാൾ നിലവാരം എൻ്റെ കവിതകൾക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഓരോ കാഴ്ചപ്പാടാണ്. അത് ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ അംഗീകാരം കിട്ടാത്തതിൽ എനിക്ക് ദുഃഖമൊന്നുമില്ല. എൻ്റെ സ്വഭാവത്തിൻ്റെ കാരണമാണ്. ഒരിക്കൽ മുട്ടത്ത് പറക്കി അവാർഡിൻ്റെ ജനറൽ കൺവീനറായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ നമ്മുടെ വലിയ ഒരു ബുദ്ധിജീവി എന്ന് അഭിനയിക്കുന്ന ഒരു എഴുത്തുകാരൻ, നോവലിസ്റ്റ്, അദ്ദേഹം എന്നെ കാണാൻ വന്നത് വലിയ മദ്യക്കുപ്പിയായിട്ടാണ്. അപ്പം ഞാൻ പുകവലിക്കില്ല, മദ്യപിക്കില്ല എന്ന സത്യം പോലും അറിയാത്തൊരു മനുഷ്യൻ, കാരണം അയാൾക്കൊന്നും അറിയില്ല, അയാളുടെ രോഗം മദ്യത്തിൻ്റെ രോഗമാണ്. ഇത് സാധാരണ മദ്യമല്ല, ഇതെന്ത് ഉയർന്ന മദ്യമാണെന്ന് പറഞ്ഞിട്ട് മുമ്പിൽ വെച്ചു. അപ്പം ഞാനത് അന്ന് സഹനത്തോടു കൂടി എന്നെ നേരിട്ട് ഞാൻ പറഞ്ഞാൽ ഇല്ല സോറി ഞാൻ കഴിക്കില്ല, എന്താ എന്നെ കാണാൻ വന്ന കാര്യം, എനിക്ക് മുട്ടത്തൂർക്ക് അവാർഡ് വേണം, മുട്ടത്തൂർക്ക് അവാർഡ് വേണം, ആലോചിച്ച് നോക്കൂ. അപ്പോൾ എനിക്ക് മുട്ടത്തൂർക്ക് അവാർഡ് വേണം. അപ്പം ഞാനല്ല അവാർഡ് തരുന്നത്, വയലാർ അവാർഡ് പോലെ തന്നെ അതും. കാരണം നമ്മളൊരു 10-200 പേർക്ക് കത്തുകൾ അയക്കും, 200 പേര് അവരുടെ അഭിപ്രായങ്ങൾ അയക്കും, 3 പുസ്തകങ്ങൾ. ഈ 3 പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മൾ 5 പേരുള്ളൊരു കമ്മിറ്റി ഏൽപ്പിക്കുക, അത് നടത്തുന്നത്. അപ്പോൾ അതിനകത്ത് ആ കമ്മിറ്റിയെ തീരുമാനിക്കുന്നത്. അവിടെ എനിക്കൊരു കാര്യം, ഞാൻ ജനറൽ കൺവീനറായിട്ട് ഇതൊക്കെ നടത്താമെന്നല്ലാതെ എനിക്ക് അവിടെ ചെയ്യാൻ സാധ്യമല്ല, അത് ഇയാൾ കൊടുക്കണം എന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അത് അസുഖമായിട്ട് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ അടുത്ത വർഷം KP അപ്പൻ മരിച്ച ആ വർഷം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ ജൂറിയിൽ ഞാൻ അംഗമായി. അപ്പോൾ അദ്ദേഹം സാഹിത്യ അക്കാദമി സെക്രട്ടറി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതുവരെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടില്ല, അപ്പോൾ ഇതിന് ഞാൻ അർഹനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കന്നഡക്കാരൻ അദ്ദേഹം, അഗ്രഹാര കൃഷ്ണപ്രസാദ്, അദ്ദേഹം പറഞ്ഞു താങ്കളുടെ കവിത കന്നഡത്തിൽ ട്രാൻസ്ലേറ്റ് ഉള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്,
ചന്ദ്രശേഖര കമ്പാർ അല്ലേ? ഏ? ചന്ദ്രശേഖര കമ്പാർ അല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്യും? അല്ല, ചന്ദ്രശേഖർ കമ്പാർ ഒരു കവിത. ഒരു കവിത. ചന്ദ്രശേഖർ കമ്പാറുടെ ഹംപി യൂണിവേഴ്സിറ്റിയുടെ പുസ്തകം ഇറക്കിയത്. ഓ അതെ. അതായത് മലയാളത്തിലെ 6 കവികളുടെ സെലക്ടഡ് പോയിംസ് ആയിരുന്നു. അതിൽ ആദ്യത്തെ കവിത എൻ്റെയാണ്. അപ്പം അങ്ങനെ അവർക്ക് പിന്നെ ഈ മലയാളി അല്ലാത്തതുകൊണ്ട് ഗ്രൂപ്പിസമില്ലല്ലോ. അവർ നല്ലത് നോക്കും. അതെ. അപ്പം അങ്ങനെ അതുകൊണ്ട് സാറ് തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞ് ഞാൻ പങ്കെടുത്തു. അന്ന് സുകുമാർ അഴീക്കോടും സാറ ജോസഫുമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ജൂറി അംഗങ്ങൾ. സുകുമാർ അഴീക്കോട് ചെയർമാൻ, ഞാനും സാറ ജോസഫും അംഗങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ഇവർ രണ്ടുപേരും സാഹിത്യത്തിൽ അങ്ങേയറ്റം അറിയപ്പെടുന്നവരാണ്. അപ്പോൾ സുകുമാർ അഴീക്കോട് സംസാരിച്ച് പിരിഞ്ഞാൽ, അപ്പോൾ അന്ന് ഞങ്ങൾ 3 പേരും ചേർന്ന് KPFൻ്റെ മധുരം നിൻ്റെ ജീവിതം എന്ന പുസ്തകത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. അതൊരു കാവ്യനീതിയാണ്. കാരണം എന്നിലൂടെ അപ്പൻ ആ പുരസ്കാരം കിട്ടുന്നു. അത് ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഒരു കാലം നൽകിയൊരു സമ്മാനമാണ്. അപ്പോൾ പിന്നെ ഈ സാഹിത്യ അക്കാദമി അവാർഡ് എനിക്ക് കിട്ടാത്തത് എനിക്ക് കാര്യമായ ദുഃഖമൊന്നുമില്ല. എന്താ കാര്യം വെച്ചാൽ മഹാകവി വള്ളത്തോൾ അവാർഡ്, മഹാകവി ഉള്ളൂർ അവാർഡ്, മഹാകവി കുമാരനാശാൻ മെമ്മോറിയൽ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, മഹാകവിജിയുടെ ഓടക്കുഴൽ അവാർഡ്, പാലാം നാടനാർ അവാർഡ്, പക്ഷേ ഇത് ബാലാമണിയമ്മ അവാർഡ്, നാലപ്പാടൻ അവാർഡ്, മലയാളത്തിൽ പ്രഗത്ഭരും പ്രശസ്തരും ചരിത്രം സൃഷ്ടിച്ചവരുമായ എല്ലാ കവികളുടെ പേരുടെ അവാർഡ് എനിക്ക് കിട്ടി. വയലാർ അവാർഡ് വയലാർ അവാർഡ് പിന്നെ ജീവിതകഥയ്ക്കായിട്ട് ആയിക്കോട്ടെ. പക്ഷേ ഈ ഇത്രയും കവികൾ അംഗീകരിച്ച് എന്നെ സച്ചിദാനന്ദ അംഗീകരിച്ചെന്ന് വെച്ചാൽ എനിക്ക് എന്താ ദുഃഖം. സച്ചിദാനന്ദൻ. അപ്പം അതുകൊണ്ട് എന്നെ സച്ചിദാനന്ദന് മുമ്പുള്ളവരും ഒരിക്കൽ എരുമേലി പരമേശ്വരൻ പിള്ള മാർക്സിസ്റ്റ് അദ്ദേഹം. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു ദുര്യോഗം എന്ന് പറഞ്ഞാൽ LDF ഭരിക്കുമ്പോൾ മാർക്സിസ്റ്റുകാരനും CPIക്കാരനും വരും, UDF ഭരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരനും കേരള കോൺഗ്രസ്സുകാരനും വരും. അതാണല്ലോ നമ്മുടെ കേരള ദുര്യോഗം. അവിടെ സാംസ്കാരിക സമിതി എന്നല്ല, സംസ്കാരമൊന്നും രാഷ്ട്രീയത്തോടൊപ്പം രാഷ്ട്രീയ കക്ഷിയോടൊപ്പം നിൽക്കുന്ന സാംസ്കാരിക നായകരെ പരിപാടി. അപ്പോൾ എരുമേലി പരമേശ്വരൻ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം അച്ഛൻ്റെ ചുംബനം എന്ന എൻ്റെ കവിതാ സമാഹാരം അന്ന് സാഹിത്യ അക്കാദമി അവാർഡ് ലാസ്റ്റ് 3 ബുക്കിൽ വന്നിരുന്നു. അതെന്നോട് ഒരാൾ പറഞ്ഞു. അപ്പോൾ എരുമേലി പരമേശ്വരൻ പിള്ള ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ഒരു പുസ്തകം അവാർഡ് വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഉടൻ എരുമേലി പരമേശ്വരൻ പിള്ള പറഞ്ഞ മറുപടി, അങ്ങനെ സിനിമയിലും സാഹിത്യത്തിലും കൂടെ സൂക്ഷിക്കണ്ട, സാഹിത്യം ഞങ്ങൾക്ക് വിട്ടേരെ. സിനിമയിലെല്ലാം മേടിക്കുന്നുള്ളൂ, അങ്ങ് മേടിച്ച് അവിടെ ഇരുന്നാൽ മതി, സാഹിത്യമെങ്കിലും ഞങ്ങൾക്ക് വിട്ടുക. ഇതാണ് മനോഭാവം. എരുമേലി പരമേശ്വരൻ പിള്ള ജീവിച്ചിരിപ്പില്ല, പക്ഷെ അദ്ദേഹം പോലും ഇങ്ങനെയാണ് പെരുമാറി, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. മനസ്സിലായത്? ഇതാണ് മാനസികാവസ്ഥ. ഒരിക്കൽ ഇപ്പോൾ നമ്മുടെ ഇത് ഏതോ ഒരു നമ്മുടെ പ്രശസ്ത നിരൂപകൻ KS രവികുമാർ, അദ്ദേഹത്തോട് ഞാനീ പറഞ്ഞ എനിക്ക് അക്കാദമി അത് സാറെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ശ്രീകുമാരെന്ന് കേട്ടാൽ നമ്മൾ സിനിമയെ ഓർക്കും. മലയാളത്തിൽ ഏറ്റവും വലിയ നിരൂപം പറഞ്ഞാൽ മനസ്സിലാക്കണം, അതിനാരെയും കുറ്റപ്പെടുത്താനൊക്കെ ഇല്ല. അപ്പോൾ പിന്നൊന്നും എല്ലാ മേഖലകളിലും അങ്ങനെ ഞെളിയണ്ട. മനസ്സിലായത്? സിനിമയിലെല്ലാം നേടിയില്ലേ, JC ഡാനിൻ്റെ അവാർഡ് കിട്ടി, അത് മതി. JC ഡാനിലും എഴുത്തച്ഛൻ അവാർഡും കൂടെ അങ്ങനെ മേടിക്കണ്ട എന്ന് വിചാരിക്കുന്ന മനോഭാവം ഉണ്ടല്ലോ. നമുക്ക് അതിനൊന്നും മറുപടിയില്ല, നമുക്കൊന്നും ചെയ്യാനൊക്കെ ഇല്ല. ഇപ്പോൾ വയലാർ അവാർഡ് അങ്ങേക്ക് കിട്ടിയപ്പോൾ ജീവിതകഥയ്ക്കാണ് കിട്ടിയത് എങ്കിലും അതിലൊരു കാവ്യനീതി, വയലാർ എന്ന കവിയുടെ ഒരു തുടർച്ചയും വയലാറായി എന്നത് ആ രീതിയിലും വയലാറിൻ്റെ കാലത്ത് ഒരു ചെറിയ ഈ കൊച്ചുതമ്പി എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ നടത്തിയ ഒരു തരം ആ ഒരു മത്സരബുദ്ധിയോടെ വന്ന ഒരാളെന്ന രീതിയിലും വയലാറിൻ്റെ ഒരു നിഴലോ വയലാറിൻ്റെ ചില മാറ്റൊലികൾ കൂടി കേൾപ്പിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കവി കൂടിയാണ്. അക്കാലത്ത് ഇത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അങ്ങേക്ക് ഈ സാഹിത്യ അക്കാദമി. ഇപ്പോൾ ഉദാഹരണം ഒരു കാര്യം പറയും, തകഴിച്ചേട്ടൻ പരിഷത്ത് സാഹിത്യ അക്കാദമി ബന്ധപ്പെട്ടിരുന്ന കാലത്ത് ഹരിപ്പാട്ട് ഞങ്ങളുടെ പായിപ്പാട്ട് വള്ളംകളി, ഓണത്തിൻ്റെ വള്ളംകളി, അന്ന് ഞാനും തകഴിച്ചേട്ടനായിരുന്നു മീറ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ നോവൽ കാക്കത്തമ്പുരാട്ടി പുറത്തിറങ്ങിയിരിക്കുന്നത്, അതൊരു വലിയ ഇന്നത്തെ കാലത്ത് വലിയ നോവലായിട്ട് ആരംഭിച്ച ഒരു ജനകീയ നോവലാണ്. ഞാൻ 18 വയസ്സ് ചെയ്തത്. അപ്പോൾ കാക്കത്തമ്പുരാട്ടി എന്ന നോവൽ ഇറങ്ങിയ സമയം സിനിമയായല്ലോ അത്. ആ സിനിമയിൽ പി ഭാസ്കറിൻ്റെ സംവിധാന സിനിമയായി ഒരു നല്ല ഹിറ്റ് സിനിമയായിരുന്നു അത്. ഞാൻ പറഞ്ഞു, അത് ആ നോവൽ
ആ സമയത്ത് ഈ ഓണത്തിന് ഞാനും തകഴിച്ചേട്ടനും വള്ളംകളിയിൽ പങ്കെടുക്കുമ്പോൾ തകഴിച്ചേട്ടൻ വേള എൻ്റെ ഒരു പുസ്തകം വന്നിട്ടുണ്ട് കേട്ടോ, അവാർഡിന്. അതെ, 3 നോവലൊന്നും നിന്നെയാണ് കേട്ടോ എന്ന് തകഴിച്ചേട്ടനോട് പറയാം. അപ്പോൾ അതൊരു വലിയ അഭിമാനമല്ലേ. ഞാൻ 18 വയസ്സിൽ എഴുതിയ ആദ്യത്തെ നോവൽ സാഹിത്യ അക്കാദമിയിലെ അവാർഡിന് 3 പുസ്തക കൂട്ടത്തിൽ വന്നു. പക്ഷേ എനിക്ക് കിട്ടിയില്ല, ഇപ്പം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പോയി എൻ്റെ പുസ്തകം വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ വരും. ഞാൻ ഇത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ പുസ്തകം പരിഗണിക്കണമെന്നോ എൻ്റെ ഗാനം പരിഗണിക്കണമെന്നോ. പിന്നെ എല്ലാ കാലത്തും ഈ പറഞ്ഞ ഇതേ മനോവികാരമുള്ള പലരുമാണ് ജൂറി വരിക. കാരണം പ്രശസ്തിയോടുള്ള പരിഭവം, അത്രയും പ്രശസ്തി വേണ്ട, ഞങ്ങൾക്കില്ലാത്ത പ്രശസ്തി വേണ്ട എന്ന് വിചാരിക്കുന്നു. ഉദാഹരണമായിട്ട് എൻ്റെ ആദ്യ സിനിമ ചന്ദ്രകാന്ത്, ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാൻ രാവിടിത്തലായി മാറി എന്ന പാട്ട് എല്ലാവരും പ്രകീർത്തിക്കുന്ന പാട്ടാണ്. അതിൻ്റെ കാവ്യ ഗുണം കൊണ്ടും എല്ലാം. ആ പടം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അതിൽ ഗായിക എസ് ജാനകി, ആ പാട്ട് പാടി എസ് ജാനകിക്കാണ് സ്റ്റേറ്റ് അവാർഡ്. സംഗീത സംവിധാനം MS ഉഷാണ്, ആദ്യം ട്യൂൺ ചെയ്ത് MS ഉഷാണ്, ലിറിസിസ്റ്റ് മാത്രം ശ്രീവാരുടെ പേരിൽ. ഇതാണ് കേരള സംസ്ഥാനം എന്നോട് കാണിച്ചിട്ടുള്ളത്. എൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലിരുന്ന ഒരു തോട്ടൻ രാജശേഖരൻ, പിന്നെ N മോഹൻ, ഇവരൊക്കെ തന്നെ ഇതേ മനോവികാരമുള്ളവരായിരുന്നു. ചെറുപ്രായത്തിൽ അത്ര ആളാവണ്ട, ഞങ്ങളൊന്നും അത്ര ആളായില്ലല്ലോ. അപ്പം ഈ മനോഭാവം കൊണ്ട് എനിക്ക് സംസ്ഥാന അവാർഡുകളും കിട്ടാതെ പോയിട്ടുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, ഞാൻ വെട്ടിത്തുറന്ന് പറയും, അതെ അതെ അതെ, ഇവരെയൊക്കെ ശത്രുക്കളാക്കും, അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ശത്രുക്കളോട് കൂടിയിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം, അത് എൻ്റെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം പോയാൽ ശ്രീകുമാരൻ പോയി. അതെ അതെ അതെ. അപ്പോൾ അത് തന്നെയാണ് അങ്ങനെ. ഇപ്പോൾ എൻ്റെ അവാർഡുകൾ എന്തെങ്കിലും കുറവ്, നിങ്ങൾ എൻ്റെ വീടിനകത്ത് നോക്കണം, എനിക്ക് അവാർഡ് മൊമെൻ്റ് വെക്കാൻ സ്ഥലമില്ല. ഇപ്പോൾ ഓരോ ആഴ്ച ഓരോ അവാർഡ് കിട്ടുന്നുണ്ട്. അതെ, അവാർഡ് എനിക്ക് വെക്കാൻ സ്ഥലമില്ല. ഇപ്പോൾ പ്രശസ്ത വളരെ അംഗീകാരമുള്ളതും പുതിയ അനവധി അവാർഡുകൾ, എനിക്ക് 200-ലധികം അവാർഡ് കിട്ടി. സാഹിത്യത്തിനും സിനിമയ്ക്കും കൂടെ എനിക്ക് 200-ലധികം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാനിതിന് അവാർഡ് കിട്ടാതെ പരിഭവിക്കുന്നത്, ഒരു പ്രത്യേക അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ പരിഭവിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ചെയ്താൽ ജനങ്ങൾ എന്നെ ജനങ്ങളോട് നന്ദിയോട് കാണിക്കുകയല്ലേ. പക്ഷെ ഇപ്പോൾ അവാർഡിൻ്റെ കാര്യം പറയുമ്പോഴാണ്, ഇപ്പോൾ തമ്പി സാർ ഒരുപാട് അവാർഡ് ജൂറിയിൽ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ മമ്മൂട്ടിക്ക് അവാർഡ് മോഹൻലാൽ ഞാൻ ശരി വാസ്തവം എന്താണെന്നറിയില്ല, ഒരു ജൂറിയിൽ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് KG ജോർജും പിന്നെ മോഹൻലാലിന് വേണ്ടി അങ്ങും അതൊരു വലിയ തെറ്റിദ്ധാരണ അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. മമ്മൂട്ടിക്കും ആ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് പറഞ്ഞാൽ, ആ വർഷം ഞാനും KG ജോർജും ജൂറിയിലുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ജൂറിയിലുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇന്നും സത്യം തുറന്നു, ഞാൻ മമ്മൂട്ടിക്ക് ആദ്യ അവസരം കൊടുത്തത്. അതെ അതെ, 81-ൽ മമ്മൂട്ടി എൻ്റെ മുന്നേറ്റം സിനിമയിൽ അഭിനയിച്ചു. 81-ൽ 82-ലാണ് മോഹൻലാൽ എനിക്കൊരു ദിവസം പടത്തിൽ അഭിനയിക്കുന്നത്. രണ്ടുപേർക്കും തുടക്കത്തിൽ അവസരം കൊടുത്ത ആളാണ് ഞാൻ. പക്ഷേ 81-ൽ മമ്മൂട്ടി അഭിനയിച്ചു എൻ്റെ പടത്തിൽ, 82-ലാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ ആർക്കാണ് പ്രാധാന്യം കൊടുത്തത്? അതുപോലെ ദേശീയ അവാർഡിൽ കാലചക്രത്തിൽ എന്തിനല്ല, മമ്മൂട്ടി ആദ്യമായിട്ട് ഒരു സംഭാഷണം പറയുന്നത് ഞാൻ എഴുതിയ സംഭാഷണം, കാലാവിക്രം, എൻ്റെ തിരക്കഥ സംഭാഷണം എൻ്റെയാണ്, പാട്ടുകളും. അപ്പോൾ ആദ്യമായിട്ട് മമ്മൂട്ടി പറഞ്ഞ സംഭാഷണം ഞാൻ ചെയ്ത, നല്ലത് ചീത്ത എന്തായാലും. അപ്പോൾ അങ്ങനൊരു ബന്ധം എനിക്ക് മമ്മൂട്ടിയായിട്ടുണ്ട്. മമ്മൂട്ടി എനിക്ക് എപ്പോഴും, ഇന്നും മമ്മൂട്ടി എനിക്കിഷ്ടമാണ്. അപ്പോൾ മമ്മൂട്ടി നമ്മുടെ ഇപ്പോൾ പിന്നെ ഈ സൈബർ ആക്രമണം ഞാൻ മമ്മൂട്ടിയെ കുറിച്ച് എൻ്റെ കുറേ പോസ്റ്റ് ഇട്ടിരുന്നു. അതെ അതെ, മമ്മൂട്ടിയുടെ സ്വഭാവം ഇതാണ്. മമ്മൂട്ടി ജീവിതത്തിൽ അഭിനയിക്കാറില്ല, സത്യമാണ്. മമ്മൂട്ടി ജീവിതത്തിൽ അഭിനയിക്കാറില്ല. ഇപ്പം എന്നോട് ദേഷ്യമാണ് മമ്മൂട്ടി തുറന്നു പറയും, ഞാനും അങ്ങനെ, എനിക്കിഷ്ടമല്ല, ഞാൻ ഇഷ്ടമല്ല എന്ന് പറയും. എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല, നമുക്ക് സംസാരിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അതേ സമയത്ത് നമ്മുടെ ചിരിച്ച് കള്ളച്ചിരി കാണിച്ച് പിന്നെ ഒരു പാഴ്സ്തുതിയൊക്കെ നടത്തിയിട്ട് അതിന് ഇഷ്ടമില്ല. ഈ മമ്മൂട്ടി മോഹൻലാൽ മത്സരിച്ചപ്പോൾ ഞാൻ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള സത്യം രജിസ്റ്ററാണ്. പക്ഷേ 2004-ൽ കേരള സംസ്ഥാനത്തിൽ ഞാൻ ജൂറി കൺവീനറായി. അപ്പോൾ ഞാൻ ബെസ്റ്റ് ആക്ടർ അവാർഡ് മമ്മൂട്ടിക്ക് കൊടുത്തു. കാഴ്ചയിലെ അഭിനയത്തിന്, ബ്ലസ്സിയുടെ കാഴ്ചയിലെ അഭിനയത്തിന് ഞാൻ ജൂറി ചെയർമാൻ.
ചെയർമാനിക്കുമ്പോൾ ഞാൻ മമ്മൂട്ടിക്ക് കൊടുത്തത്. അതെന്താ ഓർക്കാത്തത്? മോഹൻലാലിന് നാഷണൽ അവാർഡ് കൊടുത്തിരുന്നല്ലോ. അതല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇത് യഥാർത്ഥ ചിത്രം മമ്മൂട്ടി പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ ചിത്രം ഞാൻ പറയാം. 1989 കാലത്ത് ഞാൻ 3 പ്രാവശ്യം നാഷണൽ ജൂറി ഉണ്ടായിരുന്നു. ആ കാലത്ത് അടുപ്പിച്ചടുപ്പിച്ച്. പിന്നെ ഞാൻ പോയില്ല. പിന്നീട് ഒരിക്കൽ ജൂറി മെമ്പറായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ 3 പ്രാവശ്യം ജൂറി മെമ്പറായി, ഇനി ഞാൻ ജൂറി ചെയർമാനായിട്ട് വരാമെന്ന്. ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. 3 പ്രാവശ്യം ജൂറി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ജൂറി മെമ്പറായിട്ടിരിക്കുമ്പോഴാണ് മോനിഷിക്ക് അവാർഡ് കിട്ടുന്നത്. രണ്ടാമത് ഞാൻ ജൂറി ചെയർമാനായിട്ടിരിക്കുമ്പോഴാണ് മമ്മൂട്ടി കിട്ടുന്നത്. മൂന്നാമത് ഞാൻ ജൂറി ചെയർമാനാകുമ്പോൾ മോഹൻലാൽ കിട്ടുന്നത്. എല്ലാ മലയാള സിനിമയായിട്ട് ബന്ധപ്പെട്ട 3 അവസരങ്ങളും മനസ്സിലായി. അതിൽ മമ്മൂട്ടിക്ക് കിട്ടുമ്പം അവസാന നിമിഷം മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ മത്സരമായി. അതുതന്നെ മലയാളത്തിന് അഭിമാനിക്കാവുന്നൊരു കാര്യമല്ല. ഈ 10-23 ഭാഷകളിലെ സിനിമ നിർമ്മിക്കപ്പെടുന്ന ഇന്ത്യയിൽ അവസാന ലാസ്റ്റ് ക്ലൈമാക്സിൽ 2 മലയാളി നടന്മാർ മത്സരിക്കുക. മമ്മൂട്ടി മോഹൻലാൽ തമ്മിൽ മത്സരം. മറ്റേ എല്ലാ ഹിന്ദി, ഉറുദു എല്ലാവരും പോയി. പക്ഷെ അന്നത്തെ സ്ഥിതി വെച്ചാൽ 16 ജൂറി മെമ്പേഴ്സാണ് ഉള്ളത്. എവിടെയെങ്കിലും ഇത് പറയണമല്ലോ. 16 ജൂറി മെമ്പേഴ്സിൽ 160 പടമുണ്ട്. അപ്പോൾ ഈ 16 പേർക്ക് 120 പടം കാണണമെങ്കിൽ മാസങ്ങളെടുക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ 160 പടം 40 പടം വെച്ച് 4 സബ് ജൂറിയെ സൃഷ്ടിക്കും. 16 പേര് 4 ജൂറി, ഓരോരുത്തർ 40 പടം കാണും. അപ്പോൾ ഒരേ സമയം പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ABCD ഇങ്ങനെ 4 ഗ്രൂപ്പ് 40 പടങ്ങൾ കാണുമ്പോൾ 120 പടം പെട്ടെന്ന് കണ്ടു തീരും. അപ്പോൾ ഈ 160 പടങ്ങൾ കണ്ടു തീർന്നു കഴിഞ്ഞാൽ ഓരോ 4 പേരുള്ള ഓരോ സബ് ജൂറിയും ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ഡയറക്ടർ സജസ്റ്റ് ചെയ്യണം. അവർ കണ്ട 40 പടത്തിൽ നിന്ന് അന്തിമ ജൂറി അല്ലല്ല പറയട്ടെ. 40 പടം ആ 4 പേര് ഓരോരുത്തരും ഞങ്ങൾ കണ്ട 40 പടത്തിൽ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനെ കൊടുക്കണം. ഈ 4 ജൂറി സബ് ജൂറിയുടെ എല്ലാം വന്നിട്ട് ഇത് ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവർ 1ാം സ്ഥാനം 2ാം സ്ഥാനം കൊടുത്തിരിക്കുന്ന പടങ്ങൾ 16 പടങ്ങൾ ഒരുമിച്ച് കാണും, രണ്ടാമത് കാണും. അത് കറക്റ്റ് മെത്തേഡ്. ഇപ്പോൾ മെത്തേഡ് മാറി, കറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ എന്താ സംഭവം, ഈ 4 സബ് ജൂറിയിൽ 3 സബ് ജൂറിയും മോഹൻലാലിൻ്റെ ബെസ്റ്റ് ആക്ടർ. ദശരഥം ഒരു ഗ്രൂപ്പിൽ, ദശരഥത്തിൽ നിന്ന്, വരവേൽപ്പിൽ നിന്ന്, പിന്നെ കിരീടത്തിൽ നിന്ന്. അതേ സമയത്ത് ഒരു വടക്കം ഗാഥ മാത്രമാണ് മമ്മൂട്ടിക്കുള്ള ഇത് സത്യമാണ്. അതിൻ്റെ കാര്യമില്ല. മമ്മൂട്ടി ഗ്രേറ്റ് ആക്ടർ അല്ലെന്ന് ഞാൻ പറയുന്നത്. മമ്മൂട്ടി ഗ്രേറ്റ് ആക്ടറാണ്. പക്ഷേ മർലൻ ബ്രാൻഡോയും ലോറൻസ് ഒലീവറും കൂടെ മത്സരിച്ച് ആര് ജയിക്കുന്ന, ആരുടെ നിൽക്കുന്ന, വല്ല ഇങ്ങനെ മർലൻ ബ്രാൻഡോ ഒന്നുമില്ല. ലോറൻസ് തെറ്റി പറയാൻ അർത്ഥമുണ്ടോ? 2 പേർ ആൾക്കാർ അവരെ കൊടുക്കാൻ പറ്റുള്ളൂ. അന്ന് ഈക്വലായിട്ട് കൊടുക്കാൻ ഞങ്ങൾ ആലോചിച്ചില്ല. ഒരാൾക്കെന്നുള്ളത് 2 പേർക്കും കൊടുക്കാം എന്ന് വിചാരിച്ചില്ല. അപ്പോൾ വരവേൽപ്പ് ഒരു ജൂറിയിൽ നിന്ന് വരവേൽപ്പിൻ്റെ ബെസ്റ്റ് ആക്ടർ, ഒന്നിന് ദശരഥത്തിന് ബെസ്റ്റ് ആക്ടർ, ഒന്നിന് കിരീടത്തിന് ബെസ്റ്റ് ആക്ടർ. അതേസമയത്ത് മമ്മൂട്ടിക്കും ഒരു വടക്കൻ വീരന് മാത്രമേ നോമിനേഷൻ ഉള്ളൂ. അപ്പോൾ ആർക്കാണ് അവാർഡ് കൊടുക്കേണ്ടതെന്ന് സ്വാഭാവികം. ഞാനും ബാസു ഭട്ടാചാര്യ അറിയാമല്ലോ, ബിമൽ റോയുടെ സണ്ണില്ല, അദ്ദേഹം ഗോൾഡ് മെഡലൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ഞങ്ങൾ തമിഴിലുള്ള ഒരു വലമ്പരി സുബ്നാഥൻ, ഞങ്ങളെല്ലാവരും പറഞ്ഞു നമുക്ക് ന്യായമായി നോക്കിയാണ് മുമ്പെല്ലാം കൊടുത്തല്ലേ പറ്റും, 3 പടത്തിനല്ലേ, എല്ലാം കൂടെ പടമൊന്നുമില്ല. അപ്പോൾ KG ജോർജ് എതിർത്തു. KG ജോർജ് വോട്ടിടണമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല. വോട്ടിട്ടപ്പം മമ്മൂട്ടി ജയിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ മമ്മൂട്ടിക്ക് നോമിനേഷൻ ഉണ്ടായിരുന്ന വടക്കൻ വീരാധികം മാത്രമാണ്. അപ്പോൾ ഞാൻ എഴുത്തുകാരനായതുകൊണ്ട് ജൂറി ചെയർമാൻ പറഞ്ഞു സൈറ്റേഷൻ തമ്പി എഴുതാൻ പറഞ്ഞു. സൈറ്റേഷൻ എന്തുകൊണ്ട് അവാർഡ് കൊടുക്കുന്നു, ആ സൈറ്റേഷൻ ഓരോരുത്തർ. അതെ. അപ്പോൾ ആ സൈറ്റേഷൻ കൊടുത്ത് മമ്മൂട്ടി കഴിയുമ്പോൾ ഞാൻ ഈ ജൂറി ഞാൻ പറയുന്നു വടക്കൻ വീരാധികം മാത്രമേ മമ്മൂട്ടിക്ക് നോമിനേഷൻ ഉള്ളൂ. അടൂർ പോലീസ് പടമല്ലേ മതിലുകൾ, നമുക്ക് മതിലുകൾ ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ എല്ലാ ജൂറി മെമ്പേഴ്സും അംഗീകരിപ്പിക്കുന്നു, അല്ലാതെ അതിന് നോമിനേഷൻ വന്നതല്ല. മതിലുകൾ പിന്നീട് ഉൾപ്പെടുത്തിയതാണ്. ഞാൻ അത് സൈറ്റേഷൻ ഞാനിവരോട് പറയുകയാണ്. നമുക്ക് വടക്കൻ വീരകഥ മാത്രമാണ് മമ്മൂട്ടി, നമുക്ക് മതിലുകളിലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് എന്തുകൊണ്ട് മതിലുകൾ ഉൾപ്പെടുത്തിക്കൂടാ? അങ്ങനെ മതിലുകൾ സൈറ്റേഷൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. അങ്ങനെ വടക്കൻ വീരകഥ, മതിലുകൾ 2 പടത്തിൻ്റെ പേരിലാണ് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുന്നത് അപ്രാവശ്യം. അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ അവാർഡ് കൊടുക്കാൻ മോഹൻലാൽ യുനാനിമസായി തീരുമാനിക്കായിരുന്നു.
കാരണം മോഹൻലാലിന് ഈ 3 ഉപസമിതിയുടെയും നോമിനേഷൻ വന്നിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ അവഗണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് യുനാനിമസ് തീരുമാനിക്കായിരുന്നു മോഹൻലാലിന് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിരുന്നു. അതെ അതെ അതെ, അങ്ങനെയാണ്. അല്ല, അതിനകത്ത് ഞാൻ നിരപരാധിയാണ്. ഞാൻ സത്യത്തിലൂടെ നിന്നു, ന്യായത്തിലൂടെ നിന്നു. കാരണം 16 പേരിൽ 12 പേര് പറഞ്ഞ ആൾ അവർ കൂടെ ഞാൻ പറഞ്ഞു. പക്ഷെ പിന്നീട് രണ്ടാമത് എന്തൊക്കെയാണെന്ന് അത് KG ജോർജിൻ്റെ പല കളികളാണ്. അതെങ്ങനെ തിരിഞ്ഞു പറഞ്ഞ് അങ്ങനെ വന്നു. എനിക്ക് പിന്നെ കളികളെന്ന് പറഞ്ഞു, ഞാൻ വളരെ സ്ട്രൈറ്റ് ഫോർവേഡാണ്. അപ്പോൾ ഞാൻ ആ സമയത്താണ് മോഹൻലാലിട്ട് പിണങ്ങിയിരിക്കുന്ന സമയം. ശരിക്കും പറഞ്ഞാൽ ഞാനും പിണങ്ങിയിരിക്കുന്ന സമയമാണ്. മോഹൻലാലിന്റെ പണക്കം ഒരു ഫേമസ് ആയിരുന്നല്ലോ. ഭരതത്തിൽ അവാർഡ് കിട്ടുമ്പോൾ ഞാൻ ജൂറി മെമ്പറാണ് ഭരതത്തിൽ. അത് സ്വാഭാവികമായിട്ടും ഭരതത്തിലെ നല്ല അഭിനയമാണ്. ഭരതം എന്നൊരു വികാരം. അന്ന് സൗമിത്ര ചാറ്റർജിയുടെ ബംഗാളി അത് അവസാനം വന്നപ്പോൾ മോഹൻലാലും സൗമിത്ര ചാറ്റർജിയും തമ്മിലായിരുന്നു മത്സരം. അപ്പം അവിടെ ഞാൻ പറഞ്ഞ ഒരേ ഒരു ആശയം എന്ന് പറഞ്ഞാൽ സൗമിത്ര ചാറ്റർജിയുടെ പടം മകളെ കാണാത്തൊരു അച്ഛൻ്റെ വ്യഥയാണ്. ഒരു ചെറിയ സബ്ജക്റ്റ്, മകളെ കാണുന്നില്ല, എവിടെ ഇടാന്നല്ല, ഇങ്ങയുടെ അന്വേഷണം, ഇങ്ങയുടെ വ്യാപ്തി, അങ്ങനെ ഒരു കഥയാണ്. അപ്പം അങ്ങേർക്ക് ഒരു വികാരമേ ഉള്ളൂ, എന്താണ്? ദുഃഖം, ഏത് ഭയം, അങ്ങനെ ഒരു 2-3 വികാരങ്ങളേ ഉള്ളേക്ക്. പക്ഷേ പിന്നെ ഭരതത്തിൽ മോഹൻലാൽ അങ്ങനെയല്ല. ഹ്യൂമറുണ്ട്, അങ്ങേയറ്റം ദുഃഖമുണ്ട്, ജ്യേഷ്ഠനുമായിട്ടുള്ള പ്രശ്നം, ജ്യേഷ്ഠൻ്റെ മരണം, ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, ദാമ്പത്യം, അതിനകത്ത് എത്തൊക്കെ വികാരങ്ങളുണ്ടോ എല്ലാ വികാരങ്ങളും മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത് സജസ്റ്റ് ചെയ്തപ്പോൾ യുനാനിമസ് ആയിട്ട് മോഹൻലാൽ കൊടുക്കാൻ തീരുമാനിച്ചു. സൗമിത്ര സത്യജിത്രായിയുടെ നായകനാണ് വലിയ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, സൗമിത്ര ചാറ്റർജിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തു. അത് കാണുന്നവർക്കൊരു അസ്വസ്ഥത ഉണ്ടാവില്ല. അതിനുശേഷം ഞാൻ ജൂറിയിൽ പോകാൻ താല്പര്യപ്പെട്ടിട്ടില്ല. ഒരു പ്രാവശ്യം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 3 പ്രാവശ്യം ജൂറി മെമ്പറായി, ഇനി ഞാൻ പറഞ്ഞെങ്കിൽ എന്നെ ജൂറി ചെയർമാനാക്കണം. അങ്ങനെ ജൂറി ചെയർമാനാക്കാൻ അവർ വിളിച്ചില്ല, എവിടെയും പോയിട്ടുമില്ല. അല്ല, ഇത് ഒരു തെറ്റിദ്ധാരണ, സത്യം ഇതാണ് യഥാർത്ഥ വസ്തുത. അല്ലാതെ മമ്മൂട്ടി അടുത്ത് പറഞ്ഞു എൻ്റെ വേറെ പടമൊന്നുമില്ലെന്ന് തമ്പി സാർ പറഞ്ഞു, ശരിയല്ല, എൻ്റെ ഒരുപാട് പടമുണ്ടായിരുന്നു. ഒരുപാട് പടം എന്നുള്ളതല്ല, ഈ 2 പടങ്ങളാണ് അവിടെ അവാർഡിന് നമ്മൾ പരിഗണിച്ചത്. വടക്കൻ വീരഗാഥയും അത് മതിലുകളാണ്. മതിലുകൾ പോലും റെക്കമെൻഡേഷൻ വന്നില്ല. അവസാനം സൈറ്റേഷൻ ഇപ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റുകൾ ഉൾപ്പെടുത്തുമായിരുന്നു. ഇത് സത്യമാണ്, നമ്മൾ ഇന്നിപ്പോൾ അസത്യപ്പെട്ട കാര്യം. മതിലുകൾ അതിൽ അതേ സമയത്ത് കാഴ്ച ഇവിടെ ഞാൻ സംസ്ഥാന ജൂറി ചെയർമാനായപ്പോൾ 2004 പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂട്ടിയാണ് ബെസ്റ്റ് ആക്ടർ, മമ്മൂട്ടി കൊടുക്കണം. അത് മമ്മൂട്ടിക്ക് ദേഷ്യമാണെങ്കിൽ അവിടെ എനിക്ക് തട്ടി കളിച്ചു. അതെ, പക്ഷെ അങ്ങനെ ഒരിക്കൽ എനിക്കിപ്പോഴും എന്നും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരാൾ മർലൻ ബ്രാൻഡോയും ഒരാൾ ലോറൻസ് ഒലിവിയറും. ഇവരുടെ പേര് പറയാൻ ഞാൻ അതിയായ കാരണമുണ്ട്. കാരണം 2 സ്റ്റൈൽ ഓഫ് ആക്ടിങ്ങാണ്. ഈ ലോറൻസ് ഒലിവിയറുടെ വകുപ്പിൽപ്പെട്ട ആക്ടിങ്ങാണ് മമ്മൂട്ടിയുടെ, മർലൻ ബ്രാൻഡോയുടെ വകുപ്പിൽപ്പെട്ട ആക്ടിങ്ങാണ് മോഹൻലാലിൻ്റെ. അവർ 2 പേരും ഗ്രേറ്റാണ്. പക്ഷേ ചില ആളുകൾക്ക് മർലൻ ബ്രാൻഡ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം, ചില ആളുകൾക്ക് ലോറൻസ് ഒലിവിയറാണ് ഇഷ്ടം. ഒഥല്ലോ ഓർക്കും വരും, ഒഥല്ലോ പോലെ ലോറൻസ് ഒലിവിയർ ഒഥല്ലോ പോലെ ഒരു ക്യാരക്ടറിൽ അത് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ 2 പേരും വലിയ നടന്മാരാണ്, നമ്മുടെ അഭിമാനമാണ്, യാതൊരു സംശയമില്ല. തമ്പി സാറ് ഇവർ രണ്ടുമായിട്ട് പിണങ്ങിയിട്ടുമുണ്ട്, ഇണങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ എൻ്റെ പിണക്കമെന്നൊക്കെ താൽക്കാലികമാണ്, ആ സമയത്തേ ഉള്ളൂ. അതിപ്പം ഒരുപക്ഷെ മമ്മൂട്ടിക്ക് അങ്ങനെ ആയിരിക്കില്ല, പ്രതികാരം പകയായിരിക്കും. എനിക്ക് പക്ഷേ ഇല്ല, എനിക്ക് മമ്മൂട്ടിയുടെ പകയുണ്ട്. ഞാനിപ്പോൾ പോസ്റ്റ് ഇടുമോ? ഇല്ലല്ലോ. അയാളുടെ പിന്നെ നൻപകൽ നേരത്ത് വായിക്കുന്ന പടം കണ്ട് ഞാൻ ഉഗ്രം പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ മമ്മൂട്ടി എന്നെ വിളിച്ചു അത് കണ്ടിട്ട്, വായിച്ചിട്ട്. നൻപകലത്ത് വായിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയും മമ്മൂട്ടി സ്വന്തമായി പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വലിയ കാര്യമാണ്. അടുത്തിടെ ഫിലിം ഫെയർ അവാർഡിന് കണ്ടിട്ടുണ്ടാവുമല്ലോ, കണ്ടു, അത്രേ ഉള്ളൂ. പരസ്പരം സംസാരിച്ചു. എനിക്ക് പിന്നെ മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ അവിടെ, എനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. അതെ, ഞങ്ങൾ ഒരുമിച്ച് കണ്ടു. അല്ല, ഞാൻ പറയുന്നത് എനിക്ക് മമ്മൂട്ടിയോട് മോഹൻലാൽ ഞാൻ കുറേ കൂടെ ഞാൻ വിമർശിച്ചിട്ടുള്ളത്. കൂടുതലും മോഹൻലാലിനെയാണ് വിമർശിച്ചിട്ടുള്ളത്. എനിക്ക് വ്യക്തിപരമായ അല്ലാതെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത, അതെ, വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങൾ വെച്ചിട്ട് അപ്പോഴപ്പോഴും എതിർക്കും ഞാൻ. അതേ സമയത്ത് എൻ്റെ പേരിൽ ഒരു പുരസ്കാരം മോഹൻലാൽ
അതും അതൊന്നും എനിക്ക് അത് ഞാനല്ല കൊടുക്കുന്നത്, വേറെ കഥ. പക്ഷേ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല, കൊടുക്കേണ്ടത് പറഞ്ഞാൽ കൊടുക്കില്ല. അപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആരോടും പകയില്ല. അപ്പോഴത്തെ തീരുമാനം എനിക്കിഷ്ടമല്ല എങ്കിൽ ഇഷ്ടമല്ല എന്ന് മുഖത്ത് നോക്കി പറയും. അത് പിന്നെ ജീവിതകാലം മുഴുവൻ തമ്പി സാർ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കൊണ്ടുവന്നാൽ അവരെ അനുഭവിക്കും, എനിക്കൊന്നുമില്ല. ഞാൻ അപ്പോഴേ മറക്കും, ഞാൻ നിമിഷം തന്നെ മറക്കും. ആ നിമിഷം തന്നെ മറക്കും. ഇപ്പോൾ വയലാർ അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് അന്ന് കമൽഹാസൻ ഒരു നല്ല പോസ്റ്റ് ഇട്ടിരുന്നു. കമൽഹാസൻ പോസ്റ്റ് ഇട്ടിരുന്നു, പിന്നെ വൈരമുത്തു പോസ്റ്റ് ഇട്ടിരുന്നു. വൈരമുത്തു പോസ്റ്റ്, ഞാനിവിടെ കിട്ടിയ വൈരമുത്തു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഈ കമൽഹാസനും എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ വളരെ കുറച്ച് പേരുകളെ എന്നും കമൽഹാസൻ ഓർക്കുന്നവരൊന്നും. ഇപ്പം ഭരത് ഗോപി, ശ്രീകുമാരൻ തമ്പി സാറ്, എവിടെ പോയാലും പറയുന്ന എം ജി സോമൻ, ഈ പേരുകൾ എവിടെയും മലയാളം എന്ന് പറയുമ്പോൾ കമൽഹാസൻ എവിടെയും പറയുന്ന കുറേ പേരുകളിൽ ഒരാൾ ആണ് സാറ് കൂടി. ഇപ്പൊ തിരുവോണം സിനിമയാണെന്നോ അല്ലേ കമൽഹാസൻ്റെ? തിരുവോണം സിനിമയിൽ കമൽഹാസൻ 20 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ പടത്തിൽ അഭിനയിക്കുന്നത്, തിരുവോണം. ആ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, പ്രേം നസീറും കമൽഹാസനും ഒരുമിച്ച് വെച്ച ഒറ്റ പടമേ ഉള്ളൂ, അത് തിരുവോണമാണ്. അത് സംവിധാനം ചെയ്തത് ഞാനാണ്. ഒരൊറ്റ പടത്തിൽ പ്രേം നസീറും കമൽഹാസനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളൂ. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം നമുക്കതിനെക്കുറിച്ച്. കാരണം വെച്ചാൽ കമൽഹാസൻ തുടങ്ങുമ്പോൾ ഡാൻസർ തങ്കപ്പൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ്. ഈ വാസ് എ ഡാൻസർ. കമൽഹാസൻ തുടക്കം അങ്ങനെയാണ്. അപ്പോൾ ഡാൻസർ തങ്കപ്പൻ ഉദയ സ്റ്റുഡിയോയിൽ ഡാൻസ് ഡയറക്ഷൻ നടത്തുമ്പോൾ പാട്ടിൻ്റെ പറഞ്ഞു കൊടുക്കുമ്പം നസീർ സാറിൻ്റെ മൂവ്മെൻറ്റ് കാണിച്ചു കൊടുക്കുക 18 വയസ്സുള്ള പയ്യനാണ് കമൽഹാസൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നസീർ സാറിന് തോന്നിക്കാണും, എടാ എനിക്ക് മൂവ്മെൻറ്റ് കാണിച്ചു തന്ന ഈ പയ്യൻ എന്ന് തോന്നിക്കാണും, കുറ്റം പറയാൻ ഒക്കത്തില്ല. പിന്നെ അപ്പോൾ എന്തോ ഇവർ തമ്മിൽ അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഞാനായതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും എതിർക്കാഞ്ഞത്. കമൽഹാസൻ എന്നോട് പറയും, സാർ അവർക്ക് എന്നെ പിടിക്കാതെ, അത് വേണ്ട സാർ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ അഭിനയിക്കണം, ഈ റോൾ നിങ്ങളെ ചെയ്യാം. അപ്പോൾ കമൽഹാസൻ്റെ ഒരു ജീനിയസ്, അയാളുടെ അത്ഭുതത്തോടെ ഓർക്കുന്നത്, അന്ന് 20 വയസ്സാണ് പയ്യന് പ്രായം. അപ്പോൾ ഇറ്റ് ഈസ് 1975. 1975 ഞാൻ ഡ്രഗ് അഡിക്ഷൻ സിനിമയെ കൊണ്ടുവന്നു. 1975 അന്ന് LSD ഇന്ത്യയിൽ LSD എന്ന് പറയുന്ന മയക്കുമരുന്നേ ഉള്ളൂ. LSD കഴിക്കുന്ന പയ്യൻ അവൻ ഈ പോപ്പ് സിംഗറാണ്. പോപ്പ് സിംഗറാകുമ്പോൾ അവരെ വിദേശത്തുള്ളവർ എല്ലാവരും ഇടപഴകുമല്ലോ. അപ്പോൾ ഇതിലേക്ക് വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രമാക്കിയിട്ടാണ് അവൻ്റെ കാമുകിയായിട്ട് ജയസുധ, തെലുങ്കിലെ പിന്നെ വലിയ നടിയായി ജയസുധ. അപ്പോൾ അപ്പോൾ ആ സമയത്ത് ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ കെ പി ഉമ്മർ അച്ഛൻ, കവിയൂർ പന്മ അമ്മ കമൽഹാസൻ്റെ. അപ്പോൾ ഞാൻ സീനിൽ കെ പി ഉമ്മർ നല്ല കഥാപാത്രമാണ്, ഇൻകം ടാക്സ് കമ്മീഷണർ. അപ്പോൾ അദ്ദേഹം ചോദിക്കും, എടാ സത്യം പറഞ്ഞ് LSD കഴിച്ചോ ചോദിക്കുന്നു. ഹലോ ഷോട്ട് എടുത്ത് റിഹേഴ്സൽ കഴിഞ്ഞു, ടേക്ക് എടുക്കാൻ പോവാം. അപ്പോൾ 20 വയസ്സുള്ള പയ്യൻ എൻ്റെ അടുത്ത് വന്നു, സാർ മன்னிச்சிடுங்கோ സാർ, ഒരു വിഷയം പേശലാന്ന് നിனைக்கிறேன். നമ്മൾ എന്താ കാര്യം സാർ? LSDക്ക് ബദലാ ഒന്ന് വന്നിരിക്കുക സാർ, ഹെറോയിൻ. 75 அது LSDக்கு பாருங்க ஹெரோயின் போட்டால் ரொம்ப நல்லா இருக்கும், நீங்கள் அப் டு டேட் ஆகிடும் എന്നോട് പറയാം. സാർ അപ് ടു ഡേറ്റ് ആകും. അപ്പോൾ 20 വയസ്സിൽ തന്നെ ഹി നോസ് അബൌട്ട് ഹെറോയിൻ. അതാണ് കമൽഹാസൻ. ഹിസ് നോളജ് ഇൻ ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. കമൽ ഇവിടെ എത്തിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, ഈ ജീവിതത്തിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ അതെനിക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു സംഭവമാണ്. അപ്പോൾ ആ ഈ കഥാപാത്രം പിന്നെ അത് ഫാമിലി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഒരുപാട് വലിയൊരു സബ്ജക്റ്റ് അത്. പിന്നെ അത് ഹെറോയിനാക്കി മാറ്റിയോ സാർ? മാറ്റി. അങ്ങനെ അപ്പോൾ എനിക്ക് ഉറപ്പില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ சாப்பிடாததா சார், நீங்கள் டவுட்டு, நீங்கள் ட்ரிங்க்ஸ் சாப்பிட்றதில்ல, ட்ரிങ്ക്സ് കൂടെ சாப்பிடாத உங்களுக்கு எப்படி தெரியும் എന്നോട് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ അത്രയും ഒരു ഗ്രേറ്റ് ജീനിയസാണ് കമൽഹാസൻ. അപ്പോൾ അത് ഞാൻ പിന്നെ മാത്രമല്ല, ഇതിപ്പം ആരെങ്കിലും പറയാം 1975 ഡ്രഗ് അടിക്കാൻ സിനിമയെ കൊണ്ടുവന്ന ആളാണ് ശ്രീകുമാരൻ എന്ന് ആരെങ്കിലും പറയുന്നുണ്ട്? ബുദ്ധിജീവികളുടെ പുറകെ നടക്കുന്ന ഏതെങ്കിലും ഒരുത്തനും ഇത് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. 76 ഞാൻ മോഹിനിയാട്ടം എടുക്കുന്നത്, ഫസ്റ്റ് ഫിലിം ഓൺ വുമൻസ് ഇമാൻസിപ്പേഷൻ.
സ്ത്രീ വിമോചനത്തെക്കുറിച്ച് ആദ്യത്തെ സിനിമ 1976 എടുത്തു. 75 തിരുവോണം, 76 മോഹിനിയാട്ടം. പിന്നീട് ഞാനെന്തറിയോ, പിന്നീട് ഞാൻ വിട്ടു. നമുക്കെന്തിനും നമ്മൾ ചെയ്യുന്നൊന്നും ആരും മനസ്സിലാക്കുന്നില്ല, തിരിച്ചറിയില്ല. ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ള ബുദ്ധിജീവികളെ ഇത് പറഞ്ഞു കിടക്കും. ഞാനിങ്ങനെ ഒരു സീൻ എടുത്തിട്ടുണ്ട്, അതിന് ലക്ഷ്യം ഇതാണ്. ഞാനൊന്നും പറയാറില്ല, പടം എടുത്ത് പുറത്തു വിടും, ജനം കാണും. ഇപ്പൊ രാഗം സിനിമയാണെന്ന് തോന്നുന്നു അല്ലേ? എലിപ്പത്തായുമായി മത്സരിച്ചിട്ടുണ്ട്. ഇപ്പൊ അവാർഡിന്റെ കാര്യം പറയുമ്പോഴാണ് അല്ലേ രാഗം. എലിപ്പത്താം ഗാനം ഒരു വോട്ടിനാ തോറ്റു ഗാനം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ? അവസാനം അത് അശോക് കുമാർ ആയിരുന്നു അന്ന് ജൂറി ചെയർമാൻ. അശോക് കുമാറിൻ്റെ കാസ്റ്റിംഗ് കൂട്ടിലാണ് എലിപ്പത്തായം വന്നത്. അശോക് കുമാർ വന്നു, ഈസ് എ ഗ്രേറ്റ് ഫിലിം മേക്കർ, അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ ശരിയല്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാസ്റ്റിംഗ് കൂട്ടുകൊണ്ടാണ് അത്. കാരണം എൻ്റെ 2-3 സുഹൃത്തുക്കൾ ആ ജൂറിയിലുണ്ടായിരുന്നു, കന്നഡത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ. ഞാൻ ഈ 35 വയസ്സ് മുതലേ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ് 15 കൊല്ലക്കാലം. അന്ന് വൃദ്ധന്മാരവിടെ അല്ല, യങ്ങസ്റ്റ് മെമ്പർ ഞാനായിരുന്നു. 35 വയസ്സ് ഞാൻ ഇവിടെ. അപ്പോൾ അവിടെ കന്നഡത്തിൽ നിന്നുള്ള 2-3 പ്രൊഡ്യൂസറുണ്ട്. അതിൽ ലക്ഷ്മണൻ ഉണ്ടായിരുന്നു, ഈസ് എ പ്രൊഡ്യൂസർ ഡയറക്ടർ. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു കൂട്ടിനാ തമ്പിയുടെ ഗാനം തോറ്റത്, ഐ വാസ് എ ജൂറി. എന്നാൽ ഈ ലക്ഷ്മണൻ ജൂറിയിലുണ്ടെന്ന് കണ്ടുപിടിച്ച് ഡൽഹി പോയി ജൂറി പിടിക്കാമെന്ന് ഞാൻ ശ്രമിച്ചില്ല. സലീ ചൗധരി വാസ്തുവിൻ്റെ ജൂറി, സൽദ ഞാൻ വിളിച്ചില്ല. ഞാൻ ഡൽഹി പോയി സൽദ, അങ്ങനെ എല്ലാവരും അവാർഡ് മേടിക്കുന്നേ. ഇപ്പം എന്താ പത്മ അവാർഡ് മേടിക്കാത്ത ആൾക്കാർ ചോദിച്ചോണ്ട് ചോദിക്കും. ഞാൻ ഇപ്പം ഈ ഇവിടെ ഈ പള്ളി, അയോധ്യയിലെ പള്ളി മദ്രസ മറ്റേ നശിപ്പിച്ചതിന് ശേഷം, അതെ, അത് നശിപ്പിച്ചതിന് ശേഷം ഞാൻ അമ്പലങ്ങളിൽ പോയിട്ടില്ല എന്നൊരു പ്രസ്താവന ആയിട്ട് കൈതപ്പുറം നടത്തി. പക്ഷെ ആ കൈതപ്പുറത്ത് BJP ഗവൺമെൻറ് പത്മശ്രീ കൊടുത്തു. എന്നെ ഇന്നുവരെ പത്മവാണ് എന്നെ ചിന്തിച്ചിട്ടില്ല. എന്താ കാര്യം? ഞാൻ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു ചന്ദനക്കുറി തൊട്ടാൽ ശ്രീകുമാരൻ സംഖ്യയാണ്, ശ്രീകുമാരൻ ചാണകമാണെന്നൊക്കെ പറയുന്ന കുറേ സൈബർ ഗുണ്ടകളുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു സംഖ്യയായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പത്മവിഭൂഷൺ കിട്ടിക്കഴിഞ്ഞിപ്പോൾ എത്രയും മുമ്പ്. അല്ല, അങ്ങയുടെ ഒരു പ്രത്യേകത അതാണ്, എന്നും ഒരു കലാകാരൻ. അതായത് എനിക്ക് സംസ്ഥാന ഗവൺമെൻറ് കുറ്റം പറയാൻ പറ്റില്ല. UDF ഗവൺമെൻറ് ഭരിച്ചപ്പോഴും LDF ഗവൺമെൻറ് ഭരിച്ചപ്പോഴും 1ാം പേരുകാരൻ എൻ്റെ പേര് പോയിട്ടുണ്ട്, പിന്നെ റെക്കമെൻഡേഷൻ പത്മാവാർഡിന്. 2 സർക്കാരുകളും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. KT ജോസഫ് സാംസ്കാരിക മന്ത്രി ഇരിക്കുമ്പോഴും, സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി, ഇതിന് മുമ്പ് TK രാമകൃഷ്ണൻ സാംസ്കാരിക മന്ത്രി, അപ്പോഴെല്ലാം എൻ്റെ പേര് പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കോൺഗ്രസ് ഗവൺമെൻറ് തന്നില്ല, BJP ഗവൺമെൻറ് തന്നില്ല. പലരുടെയും വിചാരം ഇത് കിട്ടിയിട്ടുണ്ടാവുന്നതായിരിക്കും ചിലപ്പോൾ. അങ്ങനെയല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ കൈതപ്പുറത്തിന് കിട്ടി, ബാലേന്ദ്രമേനു കിട്ടി, ജയറാമിന് കിട്ടി, എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് അവരുടെ അസൂയവും ഇല്ല, അവരുടെ പിണക്കവും ഇല്ല. അത് അവരുടെ കുറ്റമല്ലല്ലോ അവർക്ക് കിട്ടുന്നത്. അതെ അതെ. അപ്പോൾ പലപ്പോഴും എൻ്റെ ഇപ്പം 200-ലധികം അവാർഡുകളുടെ മൊമെൻ്റ് ഇവിടെ എൻ്റെ വീട്ടിനകത്തിരിപ്പുണ്ട്. ഒരു അവാർഡ് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല. JC ഡാനിയേൽ അവാർഡ് 2017 എനിക്ക് തന്ന ശേഷം ഒരു മീറ്റിങ്ങിൽ അന്നത്തെ സാംസ്കാരിക മന്ത്രി AK ബാലൻ പ്രസംഗിച്ച എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. 2017 ശ്രീകുമാരൻ തമ്പിക്ക് ഈ അവാർഡ് കൊടുക്കുന്നത്. വളരെ അനീതിയായിപ്പോയി, ഞങ്ങളടക്കം ചെയ്ത അനീതിയായിപ്പോയി. എത്രയോ മുമ്പ് അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. പക്ഷേ ശ്രീകുമാരൻ തമ്പിയെക്കുറിച്ചുള്ള എനിക്കുള്ള ഏറ്റവും വലിയ ഇത്, അദ്ദേഹം ഒരിക്കലും ഈ അവാർഡ് കിട്ടിയിട്ടില്ല, ഞങ്ങളോട് പരാതി പറഞ്ഞിട്ടില്ല. അദ്ദേഹം പ്രസംഗിച്ചു. ഈ സത്യൻ മെമ്മോറിയൽ എന്ന് പറയുന്ന ബിൽഡിംഗ് കിട്ടില്ല, ചലച്ചിത്ര അക്കാദമി ബിൽഡിംഗ്, അതിൽ ഉദ്ഘാടനത്തിൽ AK ബാലൻ പ്രസംഗിച്ചു. ഞാനിപ്പോൾ സ്റ്റേജിൽ ഇരിപ്പുണ്ട്, മധുചേട്ടൻ ആക്ടർ മധു സ്റ്റേജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വലിയ കാര്യമല്ലേ, ഒരു സാംസ്കാരിക മന്ത്രിയെ പറഞ്ഞ്. ഇതേവരെ ഞങ്ങളോട് ആവശ്യപ്പെട്ടില്ല, ചോദിച്ചിട്ടുമില്ല. പക്ഷേ വളരെ വൈകിപ്പോയി, കുറ്റബോധമുണ്ട് ഇത്രയും വൈകിപ്പോയതിലും അദ്ദേഹം പ്രസംഗിച്ചു. അപ്പം അങ്ങനെ അറിയേണ്ടവരറിയും, അത് കണ്ടുപിടിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ജ്ഞാനപീഠം, സരസ്വതി സമ്മാനം എല്ലാം മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച്
10 പേരും നിങ്ങളെ തിരിച്ചറിയില്ലെങ്കിൽ എന്താ പ്രയോജനം? അതാണ് അവാർഡുകൾ കൊണ്ട് അയാൾ മഹത്വം ഉണ്ടാവാൻ പോകുന്നില്ല. അവാർഡ് അല്ല, ഒരു അവാർഡിന് ഒരാഴ്ചത്തെ ആയുസേ ഉള്ളൂ. ഒരാഴ്ചത്തെ എൻ്റെ അനുഭവം ഞാൻ പറയുക. ഇപ്പോൾ ഒരു ജ്ഞാനപീഠം കിട്ടിയ ഒരാഴ്ച ഇതിനെക്കുറിച്ച് സംസാരിക്കും, ഒരു മാസം സംസാരിക്കും, പിന്നെ അത് മറന്നു. പിന്നെ നിങ്ങളുടെ ടാലൻറ്റാ, നിങ്ങളുടെ കൂടെ സംഭാവനകളാണ് പിന്നെ നോക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ എഴുതിയിട്ടിരിക്കുന്നു, എന്തൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു സംഭാവന, അതാണ് നോക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു പരാതിയില്ല. ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ മതി, അതെ, ഫേസ്ബുക്ക് നോക്കിയാൽ മതി, അതെ, ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ഇതിൽ കൂടെ ഒരു ജനപിന്തുണ ആവശ്യമില്ല. ഞാൻ വളരെ സംതൃപ്തനാണ് അങ്ങേയറ്റം. ഇപ്പോൾ മിനിഞ്ഞാന്ന് എൻ്റെ 16-ാം തീയതി എൻ്റെ ജന്മദിനമായിരുന്നു. എൻ്റെ ആരാധകർ 3 പാട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നെക്കുറിച്ച് പാട്ട്. എന്നെക്കുറിച്ച് എൻ്റെ പാട്ടുകളെക്കുറിച്ച്, എൻ്റെ പ്രതിഭയെക്കുറിച്ചൊക്കെ 3 ആരാധകർ ആ പാട്ട് റെക്കോർഡ്, കാശ് രൂപയ്ക്ക് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ അവാർഡിനേക്കാളൊക്കെ വലുതല്ലേ അത്? അംഗീകാരം ഏറ്റവും വലുത് അല്ലേ? അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് സാഹിത്യക്കാരുടെ മാത്രമേ കിട്ടാനുള്ളൂ. വയലാർ കിട്ടിയതിന് അത് കിട്ടി. പിന്നെ എല്ലാ എഴുത്തുകാരെയും തകഴി അവാർഡ് കിട്ടി. എല്ലാ എഴുത്തുകാരെയും പേരിൽ അവാർഡ് എനിക്ക് കിട്ടി കഴിഞ്ഞു. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാം. കാരണം എഴുത്തുകാരുടെ പേരിലുള്ള എഴുത്തുകാരുടെ എല്ലാ ആത്മാവുകളും അനുകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അങ്ങിപ്പോൾ പ്രേം നസീർ കമലഹാസനെ കുറിച്ച് പറയുമ്പോഴാണ്, പ്രേം നസീറിനെ കുറിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് അങ്ങ്, അല്ലേ? പ്രേം നസീർ എന്ന ഒരു പ്രേമഗാനം. പ്രേം നസീർ ഒരു പ്രേമഗാനം. അത് പ്രേം നസീർ മരിച്ച് 2-ാം വർഷം തന്നെ പുറത്തു വന്നു ആ പുസ്തകം. അതിപ്പോൾ 4 പതിപ്പായി. 4-ാം പതിപ്പായി. ഇടയ്ക്ക് കുറച്ച് കാലം ഇറങ്ങിയില്ല. ഇപ്പോൾ വീണ്ടും ലിബി ബുക്സ് ഇറക്കിയിട്ടുണ്ട്. പ്രേം നസീറിൻ്റെ ഒരു വലിപ്പത്തെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ, ഒരു സാധാരണ ഒരു നടൻ എന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം ഒക്കെ. ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ പ്രേം നസീറിൻ്റെ മഹത്വം, ഒരു മനുഷ്യൻ നിലയിൽ പ്രേം നസീറിൻ്റെ മഹത്വം, ഒരു സുഹൃത്തെന്ന എന്ന നിലയിൽ ഒരു പ്രേം നസീറിൻ്റെ മഹത്വം, ഇതെല്ലാം ഞാൻ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ നടൻ ഒരു താരം എന്ന നിലയിൽ, നടനല്ല താരം, അദ്ദേഹത്തെക്കാളൊരു താരം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു കാലത്ത് പ്രേം നസീർ, സത്യമാഷ് ഉള്ളപ്പോൾ പോലും കൊമേഴ്ഷ്യൽ വാല്യൂ പ്രേം നസീറിനാണ്. നിങ്ങൾ പുതിയ തലമുറപ്പെട്ട ആയതുകൊണ്ട് പറയാം. അതായത് ഞാൻ സിനിമയിൽ പ്രവേശിക്കുന്ന കാലത്ത് പ്രേം നസീർ അഭിനയിച്ചാൽ പടം കൂടും. അങ്ങനെ നടൻ പിന്നെ ഉണ്ടായിട്ടുണ്ടോ മലയാളത്തിൽ? ഉണ്ടോ? അഭിനയിച്ചാൽ മതി, കോസ്റ്റ് കവർ ചെയ്യും. പ്രേം നസീർ അഭിനയിച്ച ഒരു പടം ഒരിക്കലും സാമ്പത്തികമായി പരാജയപ്പെടില്ല. ലാഭം കുറവായിരിക്കും, പക്ഷെ നഷ്ടം വരില്ല. അതായിരുന്നു പ്രേം നസീർ. അപ്പോൾ ആ സമയത്ത് അത് എത്ര പൈസ ചോദിച്ചാലും പ്രതിഫലം കിട്ടും, ഇല്ലേ? അല്ല, ഞാനൊരു ഷുവർ ബെറ്റാണ്. ഞാൻ അഭിനയിച്ചാൽ പടം ഓടും, പ്രൊഡ്യൂസർ നഷ്ടം വരില്ല, എനിക്ക് ഇത്ര പൈസ വേണം എന്ന് പറയാമല്ലോ. അന്ന് വളരെ എന്നെപ്പോലെ ഇത്ര വിശദമായി എല്ലാവർക്കും പറഞ്ഞു. ഞാൻ 26 പ്രൊഡ്യൂസ് ചെയ്ത് 30 ഡയറക്റ്റ് ചെയ്തു. വെറുതെ കേട്ടെഴുത്തല്ല. 26 പടം പ്രൊഡ്യൂസ് ചെയ്ത് ഇടിപ്പടം എടുത്തു, അങ്ങേറ്റം മൂല്യമുള്ള പടം എടുത്തു, ഗാനം എടുത്തു, മോഹിനിയാട്ടം എല്ലാം എടുത്ത് എന്ത് കളക്കി എല്ലാം പഠിച്ച ഒരാളാണ്. അനുഭവസ്ഥനെ. ഞാൻ സ്വന്തം പണം ചെലവാക്കി നശിപ്പിച്ച് പഠിച്ചത്. മറ്റൊരുത്തന്നെ പൈസ നശിപ്പിച്ചിട്ടില്ല. എൻ്റെ പൈസ എല്ലാം നല്ല പടം എടുത്തു, എൻ്റെ പൈസ നശിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം ചന്ദ്രകാന്ത് പടം ഞാൻ ആദ്യം എടുക്കുമ്പോൾ 2.25 ലക്ഷം രൂപയാണ് ടോട്ടൽ കോസ്റ്റ്. 1974. അന്ന് ബിജു ജനിച്ചിട്ടുണ്ടോ? ഇല്ല. 74. അപ്പോൾ 74 ചന്ദ്രകാന്ത് എന്ന സിനിമയ്ക്ക് 2.25 ടോട്ടൽ കോസ്റ്റ്. പടം തിയേറ്ററിലെത്തുന്നത് വരെ 2.25 ലക്ഷം രൂപ. ആ 2.25 ലക്ഷം രൂപ ചിലവായപ്പോൾ പ്രേം നസീർ വാങ്ങിച്ച പ്രതിഫലം 25,000 രൂപയാണ്. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 10% കുറവ്. പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 10% 27,500 കൊടുക്കണം, ഇല്ലേ? അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 10% കുറഞ്ഞ് 25,000 രൂപ അദ്ദേഹം പ്രതിഫലം വാങ്ങിയത്. അത് അദ്ദേഹം പരമാവധി കൂട്ടി എത്തിയ 1.5 ലക്ഷം രൂപ വരെയാണ്. മരിക്കുന്നതിന് മുമ്പ് 1.5 ലക്ഷം രൂപ കഴിഞ്ഞ് അദ്ദേഹം വാങ്ങിയിട്ടില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ റെഗുലറായിട്ട് പടം എടുത്തുകൊണ്ടിരുന്ന ആളാണല്ലോ. പക്ഷേ അതൊന്ന്. രണ്ടാമത്തെ എന്താ ചോദിച്ചാൽ, ചിലപ്പോൾ അദ്ദേഹം സുഹൃത്തുക്കൾ ചോദിക്കും,
നസീർ നിങ്ങൾ എന്താ നിങ്ങൾക്ക് 50 രൂപ ചോദിക്കാമല്ലോ, 50 രൂപ വെച്ച് തരുമല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇൻഡസ്ട്രി നിലനിൽക്കണ്ടേ മറുപടി. അതാണ്. ഞാൻ നിന്നാൽ പോരല്ലോ, ഇൻഡസ്ട്രി നിലനിൽക്കണ്ടേ. ശരി, ഞാൻ 50 രൂപ നോക്കുമ്പോൾ പ്രൊഡ്യൂസർ 25,000 കൂടെ പോകില്ലേ. അപ്പോൾ 25,000 രൂപ നഷ്ടം വന്നാലും ഒരു ആവറേജ് പടമായി. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹം നായകനെ അഭിനയിച്ച അപൂർവമായിട്ടുള്ള പടങ്ങളെ ഓടാതിരിക്കുള്ളൂ. എങ്ങനെ ഓടാതിരിക്കാൻ അറിയോ? ക്ലാസ് പടങ്ങൾ. ക്ലാസ് അന്നും ക്ലാസ് പടങ്ങൾ എടുക്കുന്ന. ഇപ്പം ചന്ദ്രകാന്തം ഒരു ക്ലാസ് പടമാണ്. അപ്പോൾ ചന്ദ്രകാന്തം എടുത്ത ഞാൻ തന്നെയാണ് ചട്ടമ്പകലെ എടുത്തത്. ചട്ടമ്പകൽ സെൻസേഴ്സ് ഹിറ്റാണ്. അപ്പം അതിൽ നിന്ന് ഒരു പാഠം ഞാൻ പഠിച്ചറിയാം, ചീത്ത പടം ഓടും, നല്ല പടം ഓടത്തില്ല. അതൊരു പാഠമായിരുന്നു. അപ്പോൾ ഈ ചന്ദ്രകാന്തം 25,000 രൂപ മേടിച്ച ആൾ ചട്ടമ്പകന് 25 രൂപ മേടിച്ചുള്ളൂ. ചന്ദ്രകാന്തും എൻ്റെ 2 പടങ്ങൾ ചന്ദ്രകാന്തും ഭൂഗോളത്തിന് ഓടിയില്ല. മൂന്നാമതാണ് ചട്ടമ്പകൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തമ്പി എനിക്ക് 25 രൂപ തന്നാൽ മതി എന്ന് മാത്രമല്ല, അഡ്വാൻസ് പൈസയൊക്കെ ഉണ്ടോ, ഇല്ല പിന്നെ തന്നാലും മതി. ഇതിലേത് ഹീറോ പറയും. 2 പടമെടുത്തൊരു പ്രൊഡ്യൂസർ തന്നെ ഇട്ട് പടമെടുത്ത ഒരു പ്രൊഡ്യൂസർ, രണ്ടാമത്തെ പടം അങ്ങനെ ഇല്ല, രണ്ടാമത് രാഘവ നെഹ്റു. അപ്പോൾ 2 പടം എടുത്ത് പരാജയപ്പെട്ടൊരു ഒരാൾ മൂന്നാമത്തെ പടം എടുക്കുമ്പോൾ നീ എന്താ തന്നെ രണ്ടാമത്തെ പടം ഇടാഞ്ഞു എന്ന് ചിന്തിക്കുന്ന നായകന്മാരുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞു, തമ്പി എനിക്ക് ചന്ദ്രകാന്തത്തിൻ്റെ എമൗണ്ട് മതി, കൂടുതലൊന്നും വേണ്ട, പിന്നെ പൈസ ഉണ്ടോ അഡ്വാൻസ് ഉണ്ടെങ്കിൽ തന്നാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് തന്നാൽ മതി. ഒരുമിച്ച് മേടിക്കും, പണം മേടിക്കും, വെറുതെ അവന് അതൊക്കെ കള്ളം വെറുതെ ഒന്നും മേടിക്കും. പക്ഷേ അത് വിട്ടുകൊടുക്കും. അവസാനം ഇപ്പോൾ എൻ്റെ 5,000 രൂപ ഇല്ല സാറേ, പോട്ടെ, വേണ്ടാത്തേ പറയില്ല, ആ അടുത്ത് പടത്തി തന്നാൽ മതി, കൂട്ടി തന്നാൽ മതി. പിന്നെ വേറൊന്ന്, നമ്മൾ താരതമ്യ പഠനം ചെയ്യുകയല്ല, ആരും തമ്മിൽ താരതമ്യം ചെയ്യുന്നില്ല. ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 10% റെമ്യൂണറേഷൻ മേടിക്കുന്ന ഏതെങ്കിലും ഒരു നായകൻ ഇന്ന് മലയാളത്തിലുണ്ട്? ഇന്നത്തെ പുതിയ നായകന്മാർ പോലും പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 3-1, 4-1, 3-1 മേടിക്കുന്നവരാണ്. നേര് പകുതി മേടിക്കുന്നവരുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ നേര് പകുതി പ്രതിഫലം മേടിക്കുന്ന നായകനുണ്ട്. അപ്പോൾ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും പ്രൊഡ്യൂസറുമായിട്ട്? ഈ അനുഭവം പറയുമ്പോൾ മറ്റുള്ളവർ ചൂടായിട്ട് കാര്യമില്ല, ഞാൻ അനുഭവം പറയുന്നത്, ഞാൻ ആരെയും വിമർശിക്കല്ല, എൻ്റെ അനുഭവം പറയുക. അതുപോലെ ഒരു ചിത്രം റിലീസായി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യമായിട്ട് ആ ചിത്രത്തിൻ്റെ കളക്ഷൻ അറിയുന്നത് പ്രൊഡ്യൂസറായിരിക്കും, ആദ്യമായിട്ട്. കാരണം ഇദ്ദേഹത്തിന് കേരളത്തിലെ അന്ന് 12 തിയേറ്ററിൽ ആകെ പടം റിലീസ് ചെയ്യുക, ആദ്യം 12 തിയേറ്റർ. ഈ 12 തിയേറ്ററിൽ അദ്ദേഹത്തിന് ഏജൻസ് ഉണ്ട്. അവിടെ മാനേജർ അല്ലെങ്കിൽ അവിടെ ഒരു വർക്ക് ചെയ്യുന്ന പയ്യൻ ഒരാളുണ്ടാവും. അപ്പോൾ ഈ മാറ്റിന് കഴിഞ്ഞാൽ ഉടൻ വിളിക്കും, എങ്ങനെയുണ്ട് മാറ്റിന്? പോരാ സാർ, ആണോ, ഈവനിങ് ഷോ കഴിഞ്ഞ് പറ, ഈവനിങ് ഷോ നൈറ്റ് ഷോ ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണം ഞാൻ എടുത്ത പടം നസീർ സാറിൻ്റെ പടങ്ങളിൽ അടുത്ത ദിവസം ഇന്ന് റിലീസാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ എനിക്ക് ഫോൺ ചെയ്യുന്ന നസീറായിരിക്കും. നസീർ സാർ പറയും, തമ്പി കുഴപ്പമില്ല കേട്ടോ പടം, നൈറ്റ് ഷോ കുറച്ച് കുറഞ്ഞു, പക്ഷെ അത് മാറ്റി നല്ല ഷോ ആയിരുന്നു, കളക്ഷൻ ആയിരുന്നു, അതുവരെ പറയും. അത് അങ്ങനെ വർക്ക് ചെയ്യുന്ന പണം മേടിച്ചുള്ള അങ്ങനെയുള്ള ഒരു ഇതാണ് കേട്ടോ, പുള്ളിക്കുള്ളൊരു എന്താ പറയുന്നത്, ആ കടപ്പാട്. ഞാൻ ചെയ്ത പടം, ഞാൻ പടം വാങ്ങിച്ച പടം, പ്രൊഡ്യൂസർ നശിക്കരുത്. അതുപോലെ ഒരു പടം മോശമാണെന്ന് വിചാരിക്കുക, പുള്ളിയുടെ ഫോണിങ്ങായിരിക്കും, തമ്പി നമ്മൾ പ്രതീക്ഷിച്ച പോലെ വന്നില്ല കേട്ടോ, തമ്പി വിഷമിക്കണ്ട, നമുക്ക് ഉടനെ ഒരു പടം തുടങ്ങാം. അവർ നിങ്ങളുടെ കുറേ കാഴ്ചപ്പാടൊക്കെ ഒന്ന് മാറ്റി അപ്പോൾ ആക്ഷനൊക്കെ വെച്ച് കോമഡിയൊക്കെ വെച്ച് നമുക്ക് എടുക്കാം, റെഡിയാക്ക് സ്ക്രിപ്റ്റ്. അതാണ് പ്രൊഡ്യൂസർ. പിന്നെ ഇദ്ദേഹം കൈയഴിഞ്ഞ് സഹായിക്കുന്നു കേട്ടിട്ടുണ്ട്. അത് വേറെ, അത് ഒരുപാട് സഹായിക്കുന്ന പറഞ്ഞാൽ ഈ ഇത്രയും 700ഓളം പടങ്ങളിൽ അഭിനയിച്ച നടുനായകനായി നിന്ന ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ച ഇദ്ദേഹം 25 രൂപ മേടിക്കുമ്പോൾ വേറെ ആൾക്ക് കയറി 20 മേടിക്കാൻ നോക്കില്ല. അപ്പോൾ ഷീല അടുത്ത് പറഞ്ഞു, ഞാൻ കൂടുതൽ ഷീല ഒരിക്കലും മേടിച്ചിട്ടില്ല, ഒരിക്കലും ഷീല വാങ്ങിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പറയാം നസീർ മരിച്ചു പോയതുകൊണ്ട്. അപ്പോൾ ഷീലയ്ക്ക് അന്നത്തെ നായികയിലെ പ്രധാന ഷീലയ്ക്ക് ഷാരിക്ക് ഒരു റേറ്റായിരുന്നു, ഒരു ലെവലായിരുന്നു. പക്ഷെ ഒരിക്കലും നസീർ റേറ്റ് വന്നിട്ടില്ല. പക്ഷെ അതിപ്പോൾ അതിനൊക്കെ താഴെയില്ല. ഇപ്പോൾ 5, 10, 3, 25 ആണെങ്കിൽ 10, 5, 7, 3 അങ്ങനെ വരും. അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെ 25 പ്രേംനസീർ തീരുമാനിക്കും. പ്രേംനസീറിനെ മാറ്റി പറയുമ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്നത്, അദ്ദേഹം കൂട്ടിയില്ല ഒരിക്കലും. തിരുവോണ സമയത്താണ് അദ്ദേഹം 50 രൂപ വെക്കുന്നത്. അതുപോലെ ഭയങ്കര കുറ്റബോധത്തോടെ പറയുക, തമ്പി
അവിടെ മുത്തയ്യ സാറിനെ കൂടി പറയിപ്പിക്കുക ടി എസ് മുത്തയ്യ പക്ഷേ അദ്ദേഹം ഒരുമിച്ച് താമസിക്കുന്നത്. മുത്തയ്യ സാറിനോട് തമ്പി നസീറിൻ്റെ റേറ്റ് കൂട്ടി അറിയാലോ 50 രൂപയാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ നസീർ സാറ് കുറച്ച് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു മുത്തയ്യ സാർ പറഞ്ഞു 50 രൂപ എന്ന്. ഇവിടെ സ്വന്തം പടമാണ് പുള്ളി. അപ്പം നല്ല ഒരു മോഹൻ ഒരാളെ പിടിച്ചതിന് അല്ല കുറയ്ക്കണേ തമ്പി കുറച്ച് നമ്മളെ വേണ്ട 50 രൂപ ഇതിനെ കുറയ്ക്കുന്നത് 50 രൂപ തരൂ. അതാണ് പ്രൊണൗൺസ്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ എൻ്റെ പടത്തിൽ ഞാൻ 83 ആധിപത്യത്തിലാണ്. പിന്നെ ഞാൻ ഒരുപാട് പടം എടുത്തില്ല, ആധിപത്യത്തിലാണ്. ആധിപത്യത്തിൽ ഒരു വലിയ മൾട്ടി സ്റ്റാറാണ് പ്രേം നസീർ, KR വിജയ, മധു ലക്ഷ്മി, ബാലങ്കൻ നായർ, വലിയൊരു ആർട്ടിസ്റ്റ് മോഹൻലാൽ ആദ്യമായി നായകനോളം വരുന്ന ക്ലൈമാക്സ് മോഹൻലാലിനാണ്. മമ്മൂട്ടി മോഹൻലാൽ പ്രേം നസീർ വെറുതെ നിൽക്കുമ്പോൾ മോഹൻലാൽ കൊണ്ടുവന്ന ക്ലൈമാക്സ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്തതാണ് മോഹൻലാലിനെ. അപ്പോൾ അത് ആധിപത്യം. അപ്പോൾ അവിടെ നസീർ സാറിൻ്റെ റിമോട്ട് ഞാൻ ചെല്ലുമ്പോൾ ചോദിച്ചു, സാർ എന്താണ് 2 ലക്ഷം രൂപയൊക്കെ ചോദിക്കണമെന്നുണ്ട് തമ്പി. ഞാൻ പറഞ്ഞ എത്ര? ഞാൻ 1.5 ലക്ഷം മേടിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ സാർ 1.5 ലക്ഷം എൻ്റെ പടം കഴിഞ്ഞ പടം ഒത്തിരി ശരിക്കും ഓടിയില്ല. അപ്പോൾ മോഹൻലാലിനായിട്ട് പിന്നെ എനിക്കൊരു ദിവസം എടുത്ത് പൊളിഞ്ഞിരിക്കുന്ന സമയമാണ്. ഞാൻ എൻ്റെ പഴയ പടം ഓടിയിട്ടില്ല. അപ്പോൾ തമ്പി പറ എത്ര തരാമെന്ന്. തമ്പി ഇഷ്ടം പോലെ തരുന്നു. ഞാൻ 1 ലക്ഷം രൂപയുള്ളൂ, എനിക്ക് 1 ലക്ഷം തരാൻ പറ്റുള്ളൂ. നസീർ സാർ ആലോചിക്കും. താൻ തുടങ്ങ തമ്പി തുടങ്ങ. അസ്സേ എന്നാ പറയുന്നത്. നിങ്ങൾ തുടങ്ങണ അസ്സേ എന്നാ പറയുക. അസ്സേ എന്നാ വിളിക്കുക. നിങ്ങൾ തുടങ്ങണ അസ്സേ നമുക്ക് ചെയ്യാം. അവസാനം പടം തീരം 25,000 ബാക്കി കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അവസാനം വീട്ടിൽ പോയി. അപ്പോൾ ഈ പടം ഒരുപാട് കോസ്റ്റായി. ആദ്യം ഇത്രയും ആർട്ടിസ്റ്റൊക്കെ അല്ലേ, ഒരു ആക്ഷനൊക്കെ ഉള്ളു, ഭയങ്കര കോസ്റ്റായി. അപ്പോൾ പുള്ളി അതെല്ലാം ഓരോ ചലനം അറിയുന്നുണ്ട്. തമ്പിയുടെ കണക്ക് തെറ്റ് കേട്ടോ. അത് ഒരുപാട് കോസ്റ്റായി. ഇത്രയൊന്നും നമ്മൾ ചിലവാക്കാൻ പാടില്ല മലയാള പടത്തിന്. എന്തോ നിങ്ങൾ അന്നത്തെ ഷൂട്ടിങ് 500 ജൂനിയർ ആർട്ടിസ്റ്റ് റേറ്റ് തന്നെ എത്ര രൂപ എന്ന് പറയും. പുള്ളി കണക്ക് പറയുക. തമ്പിക്കത് കൈകൊള്ളും. ഞാൻ പറഞ്ഞു ഇല്ല സാർ നമുക്ക് നോക്കാം. അപ്പം 1 ലക്ഷം രൂപ 2 ലക്ഷം ചോദിച്ച ആളുടെ 1 ലക്ഷം നിർത്തിയിരിക്കാൻ. അപ്പോൾ പുള്ളി പറയുന്നത് 75 കൊടുത്തു. 25 രൂപ ഞാൻ കൊടുക്കുകയാണ് ക്യാഷ്. 25 രൂപ ക്യാഷ് മെച്ചപ്പെടുത്തു. പുള്ളി പെട്ടെന്ന് ആലോചിച്ച് ഇങ്ങനെ ഈ പടം എനിക്ക് സംശയമുണ്ട് ഓടുവോ നോക്കി നഷ്ടം സംശയമുണ്ട് പറഞ്ഞിട്ട് 15 രൂപ എടുത്ത് 10 രൂപ ഇത് നിങ്ങൾ വെച്ചോ. അപ്പോൾ 2 ലക്ഷം രൂപ ചോദിച്ച ആൾ അഭിനയിച്ച എത്ര രൂപയ്ക്ക്? 90,000 രൂപയ്ക്ക്. അതാ പ്രേംനസീർ. അങ്ങനൊരു നടനെ ഇനി മലയാള സിനിമയിൽ കാണാൻ പറ്റില്ല. ഇനി വേറൊരു ശരി, ഇന്നത്തെ നമ്മുടെ താരങ്ങളെല്ലാം തന്നെ നിർമ്മാതാവ് മാക്സിമം പടം ചിലവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. പറ്റുമെങ്കിൽ ന്യൂസിലൻഡ് ഷൂട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? കാനഡ, ലണ്ടൻ, അമേരിക്ക അവിടെയൊക്കെ പാട്ടൊക്കെ അവിടെ പോയെടുത്ത് നല്ല രസമായിട്ട് ചേഞ്ച് വരാമെന്ന് വിചാരിക്കുന്നവരാ. അപ്പോൾ ഞാൻ ആദ്യത്തെ കളർ പടം എടുക്കാൻ തരും ജയിക്കാനേ ജനിച്ചത്. അപ്പം ഭാസ്കര മാസ്റ്ററുടെ കള്ളിച്ചെലമ ഓർവോ കളറിലാണ് പിക്ചർ. ഇപ്പോൾ ഓർവോ കളറാണെങ്കിൽ ഈസ്റ്റ് വാനൊക്കെ കുറച്ച് ചിലവ് കുറയും, കുറച്ച്. അപ്പം ഞാൻ വെച്ച് ഓർവോയിൽ ഒരു പടം എടുത്താലുണ്ട്. അപ്പോൾ അതിന് ഓർവോ നല്ലൊരു ക്യാമറമാനാണ്, അശോക് കുമാറിൻ്റെ ക്യാമറമാനാക്കി. ശശികുമാറിൻ്റെ ഡയറക്ഷൻ ഞാൻ ചെയ്യുന്നില്ല, ആക്ഷൻ പടമോ ശശികുമാറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അങ്ങനെ ജയിക്കാനേ വെച്ച് തുടങ്ങുന്നു. ഞാൻ സുധായിട്ട് പോകുന്നു. നമ്മൾ പടം സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആരാ? തമ്പിയാണ് ഡയറക്ഷൻ. നല്ല ശശികുമാർ സാറ്. എന്താ ജയിക്കാനേ ജനിച്ചത്? ഞാനാണോ ജയിക്കാനേ ജനിച്ചത്? അതെ അതെ. അപ്പോൾ ഓരോ കളറിൽ എന്തിനാ തമ്പി കളറ്? എന്താവശ്യം? ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ? വെറുതെ കമ്പനി എന്തിനാ പൈസ കളയുന്ന തമ്പിയിൽ? സ്ഥിരം പറഞ്ഞ വാചകമുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ കൊച്ചു കുഞ്ഞുങ്ങളാണ്, കൊച്ചു പൊടി കുഞ്ഞുങ്ങളാണ്, അതുങ്ങളുടെ പൈസ എടുത്താൽ കളയുന്നത്. അതാണ് സെൻറ്റിമെൻറ്റ്സ് പറയുന്നത്. മനസ്സിലായില്ലേ? 2 പൊടി കുഞ്ഞുങ്ങളാണ്, അതുങ്ങൾക്കുള്ള പൈസ താൻ എടുത്ത് നശിപ്പിക്കുന്നത്. സൂക്ഷിച്ച് ചിലവാക്കണം. അപ്പോൾ ഇത് എന്തിനാ കളർ? അപ്പോൾ ഞാൻ പറഞ്ഞ മാഷല്ല, പാട്ടൊക്കെ കുറച്ച് കളർ. പിന്നെ ഇത് ഒരു കരാറ്റയാണ് സബ്ജക്റ്റ്.
ഇപ്പം കരാറ്റെ ജയനും മസൂറും ഒക്കെ കരാറ്റെ ആർട്ടിസ്റ്റാണ്. ആ. ഞാൻ കരാറ്റെ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ സാർ ഡയറക്ടറുണ്ട്, കരാറ്റെ ഡയറക്ടർ വരും, അവർ പോസ്റ്റൊക്കെ കാണിച്ചു തരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം കരാറ്റെ കൂടെ സന്തോഷമുണ്ട് ചെയ്യാൻ, അതൊക്കെ ഔത്സൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളി ഉടനെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി, നമുക്ക് ഒന്നാം തരം ഒരു പാട്ട്. കയറി വെച്ചൊരു തോട്ടമില്ല ഇവിടെ, കേരളത്തിൽ പോലും പോകണ്ട, കയറി അവിടെ വയലുണ്ട്, വീടുണ്ട്, എല്ലാം കേരളം തനി, അവിടെ എടുത്ത പോലെ പാട്ട്. ഇങ്ങനെ പറയുന്ന നായകൻ. അത് നിർമ്മാതാവ് അധികം പണം ചിലവാക്കരുത്, അയാൾക്ക് നഷ്ടം വരരുത്. പിന്നെ അയാളുണ്ടെങ്കിലേ ഞാനുള്ളൂ. ഇപ്പം എന്തു പറ്റി, നസീർ സാർ നായകനായിരുന്ന കാലത്ത് സ്ഥിരമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന 10-18 നിർമ്മാതാക്കളുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് പണം എടുത്തുകൊണ്ടിരുന്നു. ദിവസം വർഷം 2 മണി, ഞാൻ വർഷം 2 മണിക്ക് വരുന്നു. അനവധി പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല, അനവധി സ്ഥിരം നിർമ്മാതാക്കൾ. പക്ഷേ ഇന്ന് എത്ര സ്ഥിരം നിർമ്മാതാക്കളുണ്ട് മലയാളത്തിൽ? അന്ന് സ്ഥിരം ഷോപ്പുകളായിരുന്നു, അതായത് സ്ഥിരം കടകൾ, എന്നുമുള്ള കടകൾ. ഇപ്പം എല്ലാം ഉത്സവ കടകളാണ്. ഉത്സവം വരുമ്പം കൊണ്ടെല്ലാം തുറന്നു വയ്ക്കും, സാധനം വിറ്റ് ഉത്സവം കഴിയുമ്പോൾ പൊക്കി എടുത്തുകൊണ്ട് ചുറ്റി കെട്ടിപ്പോകും. അതെ. അപ്പം എന്താ, ഉത്സവം നടത്തുന്നവർക്ക് ഒരു നഷ്ടവുമില്ല. ഉത്സവത്തിന് ആൾ വരും, പരസ്പരം ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, ഒരു കമ്മിറ്റ്മെൻറ്റും ആരോടും ഇല്ല, ഒരു ബന്ധമില്ല. ഈ എൻ്റെ കയ്യിലൊരു പിന്നെ ഫോട്ടോ എൻ്റെ ഇതിൽ കിടപ്പുണ്ട്. ഒരു ഷൂട്ടിങ്ങിനിടയിൽ, ഞങ്ങളൊക്കെ ഷൂട്ടിങ്ങിനിടയിൽ ഈ റോഡിലാണ് ഷൂട്ടിങ്ങെങ്കിൽ റോഡിൽ നിന്ന് ആഹാരം കഴിക്കുക, പ്ലേറ്റ് കൈ കൊണ്ട് ചോറ് കൊണ്ട് തരും, അവിടെ നിന്ന് കറി കഴിക്കുക, അല്ലെങ്കിൽ നിലത്തിരിക്കും റോഡ്. അപ്പോൾ നസീർ സാറും എം കൃഷ്ണൻ നായർ, സംവിധാനം എം കൃഷ്ണൻ നായർ, നസീർ സാറും ഒരു റോഡിൽ ഷൂട്ടിങ് കഴിഞ്ഞ് ഉച്ച ആഹാരം കഴിച്ചിട്ട് ഒരു കലിങ്കിൽ കിടന്നുറങ്ങുന്നു. റോഡ് സൈഡിലെ കലിങ്കിൽ ഇങ്ങോട്ട് തല വെച്ച് തല അടുത്ത്, കാലി രണ്ടറ്റത്ത്. അങ്ങനെ നസീർ സാറും പിന്നെ എം കൃഷ്ണനാരും ഉറങ്ങുന്നു. ഒരു ഷോട്ടുണ്ട്. അതായിരുന്നു ആ കാലം. ഇന്ന് കാരവനിൽ നിന്ന് ഇറങ്ങാത്ത അല്ല നായകനെ വിട്, കാരവനിൽ നിന്ന് ഇറങ്ങാത്ത ചെറിയ ആൾക്കാർ പോലും കാരവൻ ആണ് പ്രധാന വിഷയമില്ല. അന്ന് പാവം പ്രേംനസീർ, അന്ന് ഇന്നത്തെ പോലെ റിഫ്ലക്റ്റേഴ്സാണ്, മുഖത്തേക്ക് അടിക്കും. റിഫ്ലക്റ്റർ ഉണ്ടാ പകല്. ഇന്നിപ്പോൾ ലൈറ്റിൻ്റെ ഒക്കെ ചൂട് കുറഞ്ഞില്ലേ, കാലം മാറിയില്ലേ. അവരൊക്കെ അനുഭവിച്ച യാതന എന്താ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് പ്രേംനസീർ വ്യത്യസ്തനാണ്. പിന്നെ അദ്ദേഹം ദാനം ചെയ്തിട്ട് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം മുസ്ലിം തീവ്രവാദി ആയിരുന്നില്ല. ഒരു കാര്യം പറയാമോ, അദ്ദേഹം ഒരിക്കലും ഇടത്തോട്ട് കൊണ്ടുപോകത്തില്ല, വലത്തോട്ട് കൊണ്ടുകൊടുക്കും. ഹിന്ദുക്കൾ മുണ്ടെടുക്കുന്ന പോലെ വലത്തോട്ട് അദ്ദേഹം മുണ്ടെടുക്കും. അദ്ദേഹം ഇടത്തോട്ട് മുണ്ടെടുക്കാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അത് വേറൊന്ന്, ഷാർക്ക് ദേവീക്ഷേത്രത്തിലെ കാര്യം ആനയെ നടക്കുന്നത് വലിയ സംഭവമായി. പക്ഷേ അദ്ദേഹം മുസ്ലിം തീവ്രവാദിയായിരുന്നു, പക്ഷേ യഥാർത്ഥ മുസ്ലിം ആയിരുന്നു. അതാണ് എൻ്റെ നല്ല മുസ്ലിം. എന്താ നബി പറഞ്ഞിരിക്കുന്നത്, പ്രവാചകൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മറ്റുള്ളവരെ സഹായിക്കണം. തൊഴിലെടുക്കുന്നവൻ്റെ ശരീരത്തിലെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് അവൻ്റെ വേതനം നൽകിയിരിക്കണമെന്ന് പറഞ്ഞത് നബിയാണ്, മാർസല്ല. ആദ്യം പറഞ്ഞത് നബിയാണ്. ജോലി ചെയ്യുന്നവൻ്റെ ശരീരത്തിലെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് അവൻ്റെ ശമ്പളം കൊടുത്തിരിക്കണം, അവൻ്റെ വേതനം കൊടുത്തിരിക്കണം. ഇത് നബി പറഞ്ഞതാണ്. ആ നബിവചനത്തിലൂടെ ഊന്ന് ജീവിച്ച ഒരാളാണ് പറയുന്നത്. സക്കാത്ത് ഇപ്പം തന്നെ നമ്മുടെ ഈദുൽ ഫിത്തറാണ്. ഇന്ന് ഈദുൽ ഫിത്തർ, നിങ്ങളുടെ ഈദുൽ ഫിത്തർ. അപ്പോൾ ഈദുൽ ഫിത്തർ ഇതിൻ്റെ ഏറ്റവും വലിയ എന്താണ്? സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്, ദാനം ചെയ്യണം. നീ സമ്പാദിക്കുന്നതിൻ്റെ ഓരോഹരി ദാനം ചെയ്തിരിക്കണം. അത് നമ്മുടെ മുസ്ലിം നേതാക്കൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും, പക്ഷെ ചെയ്യുന്നവരുണ്ട്. അതാണ് പ്രേംനസീർ ചെയ്തത്. അതിന് ഈദുൽ ഫിത്തർ വരാൻ കാത്തിരുന്നില്ല അദ്ദേഹം. ജീവിതകാലത്ത് ഉടനെ 360 ദിവസവും ചെയ്തു, ദാനം ചെയ്തു, ആർക്കൊക്കെ സഹായം. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഇതൊരു എന്താ പറയുന്ന ഒരു സ്വയം പുകഴ്ത്തലല്ല, ഒരു എന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിച്ചുള്ള ആളാണ് ഞാൻ. അത് നസീർ സാറിനും അറിയാം. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങളുടെ മിക്കവാറും മലയാള സിനിമകളിൽ ജോലി ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ബോയുടെ വരുമാനം വളരെ കുറവാണ്, അറിയാമല്ലോ. അന്ന് കിട്ടുന്ന 0 സമ്പാദ്യമൊന്നും കാണില്ല. ഒരു രാത്രി ഒരു 11 മണി സമയം എൻ്റെ കഥയിൽ തട്ടുന്നു മുട്ടുണ്ട്. ഞാൻ കഥ തുറന്നപ്പം ഈ പയ്യനാണ്, ഇവിടെ എൻ്റെ പടത്തിലും കൈപ്പിക്കോട്ട പടത്തിലും ഒക്കെ വർക്ക് ചെയ്തൊരു പയ്യനാണ്. അപ്പോൾ ഭയങ്കര പൊട്ടിക്കരയാണ്. അവ പറഞ്ഞു, സാർ
എൻ്റെ ഭാര്യ പ്രസവിക്കാൻ ഹോസ്പിറ്റലാക്കിയിരിക്കുക. സീരിയസ് ആണ്. എൻ്റെ ഈ 10 പൈസയല്ല സാർ. അപ്പോൾ അടുത്ത വാചകം, നസീർ സാർ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയിരിക്കുക, എനിക്ക് വേറെ ആരുമല്ല ചോദിക്കാൻ, സാറിനെ സഹായിക്കണം. ഇത് മറക്കാനാവാത്തൊരു മെമ്മറിയാണ്. എന്നാ പറഞ്ഞാൽ നസീർ സാർ കൊടുത്തിരിക്കും, അവനറിയാം. നസീർ സാർ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ്, എനിക്ക് ആരുമില്ല, സഹായിക്കാനായില്ല. അതായിരുന്നു പ്രമിസ്. ഒരു പ്രൊഡക്ഷൻ ബോയ്. ഇതൊക്കെ അനുഭവങ്ങളാണ്, മനസ്സിലായില്ല. അത് അങ്ങനെ ഒരു അധ്യായം ഇനി ഉണ്ടാവില്ല മലയാള സിനിമയിൽ, അടഞ്ഞ അധ്യായം. അതിന് സമാന ഹൃദയർ പോലും ഉണ്ടാവും സംശയം. ഞാൻ മത്സരിച്ചത് എൻ്റെ ഗുരുക്കന്മാരുമായിട്ടാണ്. മലയാള സിനിമയിൽ മറ്റൊരുത്തനും ഈ നിയോഗം ഉണ്ടായിട്ടില്ല. എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ സമപ്രായക്കാരുമായിട്ടല്ല ഞാൻ മത്സരിച്ചത്. ഞാൻ മത്സരിച്ചത് പി ഭാസ്കരൻ, വയലാർ, ONV 3 പേരുമായിട്ടാണ് മത്സരിച്ചത്. അവർ 3 പേരും എൻ്റെ ഗുരുക്കന്മാരാണ്. അപ്പോൾ ഗുരുക്കന്മാരായിട്ട് മത്സരിക്കാനായിരുന്നു എൻ്റെ നിയോഗം, കാലം തന്ന നിയോഗം. അതിൽ ഞാൻ ജയിച്ചു എന്ന് പറയുന്നില്ല, പക്ഷെ തോറ്റില്ല.